സുഹൃത്തുക്കളെ, നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അലുമിനി കളക്റ്റീവിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരെയും ഈ സോഷ്യൽ വർക്ക് ആൻഡ് പോസ്റ്റ് കോവിഡ് എറ എന്ന ലേബലിൽ നമ്മൾ നടത്തി വരുന്ന വെബിനാർ സീരീസിലെ 4ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും അലുമിനി കളക്റ്റീവിൻ്റെ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുഖ്യ അവതാരകൻ ശ്രീ PV ബൈജു ആണ്. അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് റീവിസിറ്റിംഗ് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ ഇൻ ഇന്ത്യ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. മുഖ്യ അവതരണത്തിന് ശേഷം നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ A അനിതയാണ്. ആദ്യമായി ഞാൻ മുഖ്യ അവതാരകനെയും ഡിസ്കസന്റിനെയും എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ PV ബൈജു ശങ്കരാചാര്യ സർവകലാശാലയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി മെമ്പർ ആയിരുന്നു. അദ്ദേഹം സോഷ്യൽ വർക്ക്, സോഷ്യോളജി, എക്കണോമിക്സ് എന്നീ 3 വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള വ്യക്തിയാണ്. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രാക്ടീസസ് ആൻഡ് NGOs എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഗവേഷണ പ്രബന്ധത്തിന് അദ്ദേഹത്തിന് PhD അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപന ജീവിതത്തിന് ശേഷം കാനഡയിലെ റെഡ് ഡിയർ കോളേജിലെ ഇൻസ്ട്രക്ടറായി പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ ആൽബർട്ട പ്രൊവിൻസിലെ എഡ്മണ്ടൺ സിറ്റിയിലുള്ള ഗ്രാൻഡ് മാക്ഇവൻ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എനിക്ക് തോന്നുന്നത് ശങ്കരാചാര്യ സർവകലാശാലയിലെ അധ്യാപകരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു പോപ്പുലർ അധ്യാപകൻ എന്ന് ഞാൻ വിളിക്കുന്നതിൽ നിങ്ങൾ ആരും അതിനെ നിഷേധിക്കുമെന്ന് വിചാരിക്കുന്നില്ല. അത്രമാത്രം വലിയൊരു ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിന്റെ കാലടി അധ്യാപന കാലത്ത് ഉണ്ടായിരുന്നു. അതിലെനിക്കും ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അക്കാദമിക് പ്രവർത്തനങ്ങളൊപ്പം തന്നെ സാമൂഹ്യ വിഷയങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും മലയാളത്തിൽ പുസ്തകങ്ങളും മറ്റ് ആനുകാലികങ്ങളും ലേഖനങ്ങളും ഒക്കെ കൂടി എഴുതുന്ന ഒരു വ്യക്തിയാണ് ശ്രീ PV ബൈജു. അപ്പൊ അദ്ദേഹത്തിന് അലുമിനി കളക്റ്റീവിന്റെ പേരിൽ സ്വാഗതം. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസന്റായി ഇന്ന് നമ്മളോട് ഒപ്പം കൂടെയുള്ളത് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയ ഡോക്ടർ A അനിതയാണ്. 2001 മുതൽ ശങ്കരാചാര്യ സർവകലാശാലയിൽ സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപികയായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഡൊമസ്റ്റിക് വയലൻസ് ഓൺ അഡോളസൻസ് എന്ന വിഷയത്തിൽ ഡോക്ടറൽ ഡിഗ്രിയും നേടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ A അനിതയെയും ഞാൻ അലുമിനി കളക്റ്റീവിന്റെ പേരിൽ ഈ വെബിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു ചെറിയൊരു അനുശോചന കുറിപ്പോടുകൂടി ആണ് ആരംഭിക്കാം എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ കഴിഞ്ഞ ഞായറാഴ്ച 13-ാം തീയതി പ്രൊഫസർ യോഗേന്ദ്ര സിംഗ്, ഇന്ത്യയിലെ സോഷ്യോളജിയിലെ അധികായനായിട്ടുള്ള ശ്രീ യോഗേന്ദ്ര സിംഗ് നിര്യാതനായ വിവരം വലിയ ഒരു വിഭാഗം ആളുകളും അറിഞ്ഞു കാണും എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു സോഷ്യൽ സയൻസ് ഫ്രട്ടേണിറ്റിക്ക് ഒരു കനത്ത നഷ്ടം ഉണ്ടായ ദിവസം കൂടിയാണ്. കാരണം 1969 JNU സ്ഥാപിതമായതിനു ശേഷം 1971 JNU സർവകലാശാലയിൽ സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ സോഷ്യൽ സിസ്റ്റം CSSS എന്ന് പറയുന്ന ഒരു പഠന വിഭാഗം ആരംഭിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടർ ചെയർപേഴ്സൺ ആയിരുന്നു ശ്രീ പ്രൊഫസർ യോഗേന്ദ്ര സിംഗ്. അതിനുശേഷം ലോകത്തിലെ തന്നെ മുന്തിയ സാമൂഹ്യശാസ്ത്ര ഗവേഷണ പഠന വിഭാഗമായിട്ട് മാറാൻ CSSS കഴിഞ്ഞു എന്നതിൽ ശ്രീ യോഗേന്ദ്ര സിംഗിന് വളരെയധികം പങ്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള 1973 പ്രസിദ്ധീകരിച്ച മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ ഇന്നും സോഷ്യൽ വർക്കും ആന്ത്രപ്പോളജി തുടങ്ങിയ എല്ലാ സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥികളും ടെക്സ്റ്റ് ബുക്ക് പോലെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അതിലൂടെ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത്
1970-കൾ വരെ സജീവമായിട്ടിരുന്ന വില്ലേജ് സ്റ്റഡീസ്, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് സാമൂഹ്യശാസ്ത്ര പരമ്പരയുടെ, അതല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിയുടെ നിഴലിൽ നിന്ന് പുതിയ ഒരു ഇന്ത്യൻ സോഷ്യോളജി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ശ്രീ യോഗേന്ദ്ര സിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ അകാല മരണത്തിൽ ഉള്ള നമ്മൾ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം റീവിസിറ്റിംഗ് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ ഇൻ ഇന്ത്യ എന്ന ടൈറ്റിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു റീവിസിറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്ന പ്രാഥമിക ചോദ്യത്തിൽ നിന്നായിരിക്കും ഡോക്ടർ ബൈജു നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ ചരിത്രം ഉണ്ടായി വന്ന ഒരു ചരിത്രം, അതിൻ്റെ ഒരു ആഗോള ചരിത്രവും ഇന്ത്യയിൽ അത് ഉണ്ടായി വന്നതിൻ്റെ ചരിത്രത്തെയും കൊടുത്ത് പരാമർശിക്കാതെ നമുക്കിത് സാധ്യമല്ലെന്ന് കരുതുന്നു. അപ്പോൾ ശ്രീ ഡോക്ടർ ബൈജു നമ്മുടെ ഈ വിഷയവുമായിട്ടുള്ള ചർച്ച തുടങ്ങുന്നതിനായിട്ട്, മുഖ്യ അവതരണത്തിനായിട്ട് അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആരംഭിച്ചാലും. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു വെബിനാർ സീരീസ് സംഘടിപ്പിക്കുന്ന അലുമിനി കളക്റ്റീവിന് ഒത്തിരി അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കാനുള്ള സന്തോഷവും പങ്കുവയ്ക്കുന്നു. എൻ്റെ അടുത്ത ഒത്തിരി സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരും മുൻകാലത്ത് സ്റ്റുഡൻസുമായിരുന്ന ഒത്തിരി ആൾക്കാരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലൊരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇതുവരെയുള്ള സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ്റെയും പ്രാക്ടീസിൻ്റെയും അധ്യാപനത്തിൻ്റെയും, അത് ഇന്ത്യയിലെയും കാനഡയിലെയും മറ്റുള്ള എക്സ്പീരിയൻസിന്, ഇന്റർനാഷണൽ ആയിട്ടുള്ള കുറച്ചുള്ള എക്സ്പീരിയൻസിന് വെളിച്ചത്തിലാണ് ഞാൻ ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ തന്നെ ഈ മൊത്തം പ്രസന്റേഷന് ക്രോഡീകരിച്ചിട്ടുള്ളത് കുറച്ച് ചരിത്രം, മനുഷ്യ പറഞ്ഞ പോലെ കുറച്ച് ചരിത്രം ഒറിജിനെ കുറിച്ച് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രൊഫഷന്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ്, കാര്യങ്ങൾ, ഇന്ത്യയിലെ ഈ പ്രൊഫഷൻസിന്റെ റെഗുലേഷനെ കുറിച്ചുള്ള കുറച്ച് ഹിസ്റ്ററി, അതിനുശേഷം അവസാന ഭാഗത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് അവസാന ഭാഗത്ത് എന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഒരു പ്രൊഫഷൻ ആകാൻ പറ്റുന്നില്ല, ഇനി പ്രൊഫഷൻ ആവേണ്ട ആവശ്യമുണ്ടോ, എന്തുകൊണ്ടാകാൻ പറ്റുന്നില്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ രീതിയിലാണ് ഞാൻ എൻ്റെ പ്രസന്റേഷനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഞാനൊരു പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചില സ്ലൈഡ്സ് കാണിക്കുന്നതായിരിക്കും. ചില സ്ലൈഡ്സ് വരുമ്പോഴേക്കും ഞാൻ പിന്നെ തിരിച്ച് അതിലേക്ക് തന്നെ വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഞാൻ എൻ്റെ സ്ലൈഡിൽ കാണിക്കാൻ പറ്റും, നോക്കട്ടെ. നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായി തീർന്നത് അത്രയും വർഷമായിട്ടുള്ളൂ, 100-120 വർഷമായിട്ടുള്ള സോഷ്യൽ വർക്ക് പ്രൊഫഷനായി തീർന്നിട്ട്. ആദ്യത്തെ സോഷ്യൽ വർക്ക് ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുന്നത് 1898 ഇപ്പോഴത്തെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ ഹിസ്റ്ററിയുടെ പല പ്രശ്നങ്ങളുണ്ട്. അത് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയാണ്, എല്ലാ ചരിത്രത്തിനകത്ത് വരുന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ കാനഡയിൽ പഠിപ്പിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒന്ന്, സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിയെ കുറിച്ചും അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രശസ്ത സോഷ്യൽ വർക്കേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു വരിയിൽ ഗാന്ധിജിയുടെ പേരുണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ചർച്ച ചെയ്യാൻ പറ്റും നോക്കാം. ഞാനിപ്പോ അവതരിപ്പിക്കുന്ന ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ഈ ഹിസ്റ്ററിയും ഒരു അപൂർവമായിട്ടുള്ള ഹിസ്റ്ററിയാണ്. പക്ഷെ നമ്മൾ ഈ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് US ഫസ്റ്റ് അംഗീകരിക്കപ്പെടുന്നത് 1930-ലാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1928 പാരീസ് കോൺഫറൻസ് നിർണായകമാണ് സോഷ്യൽ വർക്കേഴ്സിന്റെ. അതിന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് പറയാൻ പറ്റുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ സോഷ്യൽ വർക്കിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ഇന്റർനാഷണൽ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകുന്ന ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾ സോഷ്യൽ വർക്കും ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയറും രൂപപ്പെടുന്നത്. അത് 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സും വരുന്നുണ്ട്. ഈ 3 ഓർഗനൈസേഷൻസ് ആണ് ഇന്റർനാഷണൽ ലെവലിൽ സോഷ്യൽ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർണായകമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ
14 കാനഡയിൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആരംഭിച്ചു. സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡീസ് വരുന്നത് ആദ്യമായിട്ട് വരുന്നത് കാനഡയിലും UK-യിലുമാണ്. അതിനുശേഷമാണ് US-ൽ വരുന്നത്. US-ൽ അതോടൊപ്പം തന്നെ വരുന്നുണ്ട്, പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് റെഗുലേഷൻ വരുന്നത് UK-യിലും കാനഡയിലേക്കാണ്. അതൊക്കെ 1930-ൽ സംഭവിക്കുന്നത്. US-ൽ സോഷ്യൽ വർക്ക് ഒരു റെഗുലേറ്റഡ് പ്രൊഫഷൻ ആകുന്നതിന്റെ കുറച്ച് ക്രിട്ടിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ US-ലെ സോഷ്യൽ വർക്കിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്ന 2 പേര് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേര് റിച്ച്മണ്ടും നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ കാര്യമായിട്ട് റെഫർ ചെയ്യപ്പെടാത്ത ജെയിൻ ആഡംസുമാണ്. മേരി റിച്ച്മണ്ട് കുറച്ചും കൂടി ക്ലിനിക്കൽ ഫോക്കസിൽ വർക്ക് ചെയ്തെങ്കിലും ജെയിൻ ആഡംസ് ആണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ സോഷ്യൽ വർക്കിന്റെ ഒരു കലോട്ടമ്മ എന്ന് പറയുന്ന ഒരു പേരുള്ളത്. ജെയിൻ ആഡംസ് ബേസിക്കലി കമ്മ്യൂണിറ്റി വർക്കർ. ഈ ജെയിൻ ആഡംസ് കമ്മ്യൂണിറ്റി വർക്കർ ആയിരുന്നെങ്കിലും സോഷ്യൽ വർക്ക് ഒരു 1930-ന് ശേഷം കഴിഞ്ഞപ്പോഴേക്കും ഈ കമ്മ്യൂണിറ്റി ഫോക്കസ് മാറി ക്ലിനിക്കൽ ഫോക്കസ് വന്നു. അതിന് 2 കാരണമുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് ആ പീരീഡിലാണ് ഈ സോഷ്യൽ വർക്ക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന തിയറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ ഫോക്കസിലേക്ക് മാറുന്നത്. സോഷ്യൽ വർക്കിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടേതായിട്ടുള്ള തിയറികളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ള ഡിസിപ്ലിനിലെ തിയറികൾ ഇങ്ങനെ കടം വാങ്ങിച്ച് ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന രീതിയിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അതിനൊരു 1-on-1 വർക്ക് വേണം, ക്ലിനിക്കൽ ഫോക്കസ് വേണം എന്ന് പറയുന്ന അന്നത്തെ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒരു പോളിസിയുടെ കൂടി ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ വർക്ക് ക്ലിനിക്കൽ സൈഡിലേക്ക് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തതെന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഒരു വെയിൻബർഗ് എന്ന് പറഞ്ഞൊരു ഓതറുടെ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻസ് അതിനകത്തുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യത്തിലൊക്കെ ഈ ക്ലിനിക്കൽ ഫോക്കസ് കഴിഞ്ഞ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം ആകുമ്പോഴേക്കും ഈ പോസ്റ്റ് മോഡേൺ തിയറിയുടെ ഫലമായിട്ട് വളരെ റാഡിക്കലായിട്ടുള്ള ക്രിട്ടിക്കൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു റാഡിക്കൽ ചേഞ്ച്, ഒരു പ്രോഗ്രസീവ് അപ്രോച്ചസിലുള്ള ചേഞ്ചസ് കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് സോഷ്യൽ വർക്ക് സംഭവിച്ചത് കാര്യമായിട്ട് ഇന്ത്യൻ കോൺടെക്സ്റ്റിലേക്ക് വന്നിട്ടുള്ള എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനെ വന്നതിന്റെ പുറകിൽ വളരെ കൃത്യമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷന്റെയും അർബനൈസേഷന്റെയും ഒരു ഫലമുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് പലപ്പോഴും ഇന്ത്യയിൽ വെച്ച് പഠിപ്പിക്കുമ്പോഴും ഇവിടെ പഠിപ്പിക്കുമ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണത്. ഇപ്പോൾ ഒരു പ്രാക്തന സമൂഹത്തിൽ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ, കുറച്ചുകൂടി റൂറൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവനും ഉണ്ട്. പക്ഷെ ഒരു ഇൻഡസ്ട്രിയൽ കൺട്രി ആയി കഴിയുമ്പോഴേക്കും അവിടെ ആൾക്കാർ രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകുന്നു, 5 മണിക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അവന്റെ പ്രശ്നം പങ്കുവയ്ക്കാനായിട്ട് ആരുമില്ല. ആ സമയത്ത് പരിശീലനം ലഭിച്ച ഒരാൾ പറഞ്ഞു, വരൂ ഞാൻ നിന്റെ പ്രശ്നം കേൾക്കാം, മണിക്കൂറിന് $3 എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ശരിക്കും സോഷ്യൽ വർക്ക് ഇങ്ങനെ ഒറിജിൻ ചെയ്ത് വരിക. അത് ഏത് പ്രൊഫഷണലും കാണാൻ പറ്റും. അത് മെഡിക്കൽ ആയാലും ലോ ആയാലും ഈ പ്രൊഫഷണൽസ് ഇവോൾവ് ചെയ്യുന്നതിന്റെ ഒരു ഹിസ്റ്ററി വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. ആ ഹിസ്റ്ററി വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയലൈസേഷന്റെയും ഒരു പരിധിവരെ ക്യാപിറ്റൽ മാറ്റമാണെന്നുള്ളതാണ്. കാരണം അവിടെ ഒരു കളക്റ്റീവ് അതായത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരു ഇൻബിൽറ്റ് സ്ട്രക്ചർ ഇല്ലാതായി ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോഴേക്കും. അവിടെയാണ് ഈ പറഞ്ഞ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും ഈ ഫാക്ടർ കടന്നു വരുന്നതാണ്. ബൈ ദ വേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ആൻസർ ചെയ്യാവോ? ഞാൻ അടുത്ത ഭാഗത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ വർക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബേസിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഞാൻ എന്റെ സ്ലൈഡ്സ് കാണിക്കുന്നില്ല. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് സോഷ്യൽ ഏതൊരു സാധനം പ്രൊഫഷൻ ആണെങ്കിൽ അതിനൊരു ടെസ്റ്റഡ് ബോഡി ഓഫ് നോളജ് ആവശ്യമാണ്. അതിന്റെ എഡ്യൂക്കേഷൻ ഒരു സ്റ്റാൻഡേർഡ്സും അക്രഡിറ്റേഷനും ആവശ്യമാണ്. അതിനൊരു സെറ്റ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ് വേണം. പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാക്ടീസിനെ ഗൈഡ് ചെയ്യുന്ന ഒരു എത്തിക്സിന്റെ ഒരു കോഡ് വേണം. അതിനൊരു ലീഗൽ ഒതറിസിറ്റി വേണം. അതിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന് നൈയാമികമായിട്ട് അംഗീകരിക്കപ്പെടാനായിട്ടുള്ള ഒരു ആക്ടും അതിൻ്റെ ഉള്ള ബോഡികൾ ആവശ്യമാണ്. അതിനൊരു പ്രൊഫഷണൽ അസോസിയേഷൻ ആവശ്യമാണ്. അതിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിന്റെ കണ്ടിന്യൂയിങ് കോമ്പിറ്റൻസി എൻഷുർ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ആവശ്യമാണ്. അതിൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ ജോലി അതിന് വേണ്ടിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യാനുള്ള സിസ്റ്റംസ് ആവശ്യമാണ്. ഇതൊക്കെയാണ് നമ്മളൊരു യൂഷ്വൽ കേസിൽ ഒരു പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മോഡേൺ ടേംസിലാണ് കേട്ടോ. ഈ പ്രൊഫഷൻ നമ്മുടെ നാട്ടിലുള്ള ഒരു തരത്തിലുള്ള റെക്കഗ്നൈഷൻ ഇല്ലാത്തൊരു പ്രൊഫഷണൽ കോണ്ടാക്ട് നോക്കി കഴിഞ്ഞാൽ ഇതൊന്നും സാധ്യമല്ല. ഡെവലപ്ഡ് കൺട്രീസിൽ, അതായത് US കാനഡയും UK പല യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഡെവലപ്ഡ് കൺട്രീസിലും
ഈ പറഞ്ഞ ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് മിക്കവാറും എല്ലാ ജോലികൾക്കും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനുള്ളത് ആൽബർട്ട എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ്, കാനഡയിൽ. ഈ പ്രൊവിൻസിൽ ഹെൽത്ത് പ്രൊഫഷൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു 2000 ആദ്യം വന്ന ആക്ട് ആണ്. 2002 വന്നതാണ്. ഈ ആക്ടിന്റെ കീഴിൽ ഏകദേശം 30ഓളം പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്. 30 പ്രൊഫഷണൽ, അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇപ്പൊ കോളേജ് ഓഫ് ഫിസിഷ്യൻസ്, കോളേജ് എന്നുള്ള വാക്കിനോട് ഉപയോഗിക്കുക. കോളേജ് എന്ന് പറഞ്ഞാൽ ആ റെഗുലേറ്ററി ബോഡിയെ പറയുന്നതാണ് കോളേജ്. കോളേജ് ഓഫ് ഫിസിഷ്യൻസ്, നേഴ്സുമാര്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഡെന്റിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, അഡിക്ഷൻ കൗൺസിലേഴ്സ്, ഇങ്ങനെ 30ഓളം തന്നെ ഹെൽത്ത് പ്രൊഫഷൻസിൽ മാത്രമുണ്ട്. ഇതുപോലെ എല്ലാ പ്രൊഫഷൻസിലും, ടെക്നിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ ഫീൽഡ് എടുത്താലും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഡെവലപ്ഡ് കൺട്രീസിൽ എല്ലാ തരത്തിലുള്ള സർവീസുകളും ലൈസൻസ്ഡ് ആണ്, റെഗുലേറ്റഡ് ആണ്, അക്രഡിറ്റഡ് ആണ്, പ്രൊഫഷണൽ ആയിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്സും അതിന്റെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസും അതിന്റെ റൂൾസും കോഡ് ഓഫ് എത്തിക്സും പേയ്മെന്റ് സ്റ്റാറ്റസും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ എടുത്തു വയ്ക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. സോഷ്യൽ വർക്കേഴ്സിന്റെ എന്തൊക്കെയാണ് മുഖ്യമായിട്ടുള്ള ഒരു ജോലി എന്ന് പറയുമ്പോൾ, ഞാനത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റും കാനഡ കോണ്ടെക്സ്റ്റും അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ കോണ്ടെക്സ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും കാണുന്നത് ഒരു 3 ഭാഗമായിട്ട് തിരിക്കാൻ പറ്റുമായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിനിക്കൽ സെറ്റിംഗ് വർക്ക് ചെയ്യുന്നതാണ്. ഒരു 1-on-1 സെറ്റിംഗ് വർക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ അവർ ആൾക്കാരെ അസസ് ചെയ്യുന്നു, റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുന്നു, സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു, ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ കെയർ ടേക്കേഴ്സിന്റെ കാര്യങ്ങൾ അവർ സപ്പോർട്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ക്ലിനിക്കൽ സെറ്റിംഗ് കാണാൻ പറ്റും. വേറെ പ്രധാനപ്പെട്ട സെറ്റിംഗ് കമ്മ്യൂണിറ്റി സെറ്റിംഗ് ആണ്. കമ്മ്യൂണിറ്റിയിലും നമ്മൾ പഠിച്ച പോലെ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ലൈവ്ലിഹുഡ് മാറ്റേഴ്സ്, റിക്രിയേഷൻ, എഡ്യൂക്കേഷൻ, അഡ്വക്കസി, സോഷ്യൽ ആക്ഷൻ, പ്ലാനിങ്, പോളിസി, ഈ കാര്യങ്ങളൊക്കെ മിക്കവാറും കമ്മ്യൂണിറ്റി സെറ്റിംഗിൽ വരുന്നതാണ്. മറ്റുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ, ഒത്തിരി സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്ന ഏരിയയാണ് അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, അക്കാഡമിക്സ്, പിന്നെ ഗവൺമെന്റിന്റെ വെൽഫെയർ പ്രോഗ്രാംസ് റൺ ചെയ്തു പോവുക. ഇതൊക്കെയാണ് ലോകത്ത് എല്ലായിടത്തും സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആ കാറ്റഗറൈസേഷൻ നമുക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡെവലപ്ഡ് കൺട്രീസിൽ കുറച്ചും കൂടി ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ സെറ്റിംഗിലുള്ള വർക്കാണ്, 1-on-1 വർക്കാണ്. വേറെ നമ്മൾ ഇന്ത്യൻ കോണ്ടാക്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കുറച്ചും കൂടി കമ്മ്യൂണിറ്റി കോണ്ടാക്ട് വർക്കാണ് വരുന്നതാണ്. അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലെ മനുഷ്യന്റെ മുഖ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവന്റെ വ്യക്തിപരമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്നുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ മിക്കവാറും പ്രശ്നങ്ങളെല്ലാം ഈ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആണെന്നുള്ള യാഥാർത്ഥ്യം. അപ്പൊ അവിടെ കുറച്ചും കൂടി കമ്മ്യൂണിറ്റി വർക്കിന്റെ കോണ്ടെക്സ്റ്റ് നിർണായകമാണെന്നുള്ളതാണ്. അപ്പൊ ഞാനിതുവരെ പറഞ്ഞു വെച്ചത് സോഷ്യൽ വർക്കിന്റെ ഒരു ഹിസ്റ്ററിയും അതിന്റെ ഒരു പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റും, സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റും, എന്തൊക്കെയാണ് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ പറയുന്ന കോണ്ടെക്സ്റ്റ് വരുമ്പോഴേക്കും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന സാധനത്തെ അല്ലെങ്കിൽ പ്രൊഫഷന്റെ റെഗുലേഷൻ, ഞാൻ ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്ത് വെക്കുന്നത് ഒരു റെഗുലേഷൻ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിലേക്കാണ്. ഈ റെഗുലേഷൻ, ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ റെഗുലേഷൻസ് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോകാതിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അറിയാവുന്ന കുറെ റെഗുലേറ്റഡ് പ്രൊഫഷൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെഡിസിൻ, നഴ്സിംഗ്, അഡ്വക്കേറ്റ്സ്, ഫാർമസി, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇതിന്റെ ഹിസ്റ്ററി നോക്കുമ്പോഴേക്കും ഇപ്പൊ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആദ്യമായിട്ട് ഫോം ചെയ്യപ്പെടുന്നത് 1928 ഞാൻ അതിനൊപ്പം തന്നെ ഇന്ത്യയിലെ ഈ എഡ്യൂക്കേഷൻ ആരംഭിച്ചെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1922 ഫസ്റ്റ് മെഡിക്കൽ സ്കൂൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് കൽക്കട്ടയിലും. ചെറുക്കൻ പറയുന്ന പോലെ തിരുവിതാംകൂറൊക്കെ, കേരളത്തിൽ തിരുവിതാംകൂറൊക്കെ ഇക്കാലത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വരുന്നത് 1947 1947 ആക്ട് വരുന്നത് 1948 കൗൺസിൽ നിലവിൽ വരുന്നു. 1871 ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ മദ്രാസിൽ ആദ്യമായിട്ട് നഴ്സിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഇന്നത്തെ രൂപത്തിൽ വരുന്നത് 1961 പക്ഷെ അതിനു മുമ്പ് തന്നെ വിദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഗൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് 1846 ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഫസ്റ്റ് ലോ സ്കൂൾ എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത് 1855 ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ 1948 വന്നു. 1932 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് ഫാർമസിയുടെ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഗോവാലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാർമസി കോഴ്സ് ആരംഭിച്ചതിന്റെ വേറൊരു ഹിസ്റ്ററി ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ എഡ്യൂക്കേഷൻ ഫീൽഡ് വരുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് വരുന്നത് 1961 വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. കുറച്ചും കൂടി പോയി കഴിയുമ്പോഴേക്കും ഈ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഏകദേശം ഒരു 10ഓളം പ്രൊഫഷൻസിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സിനെ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത്. അതിപ്പോ MBA ഉൾപ്പെടെയുള്ളത്, എഞ്ചിനീയറിംഗ്, MBA, മറ്റുള്ള എല്ലാ തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ്സ് എല്ലാം കവർ ചെയ്യുന്നത് ഈ AICTE ആണ്. നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് പലപ്പോഴും കമ്പയർ ചെയ്യുന്ന വേറെ ഗ്രൂപ്പ് MBA പ്രോഗ്രാംസ് ആണ്. അപ്പൊ MBA പ്രോഗ്രാംസ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ MBA പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് 1954 ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ 1928 മറ്റോ ഡൽഹിയിലെ ശ്രീരാം കോളേജിൽ കൊമേഴ്സ് എഡ്യൂക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത് 1847 ഇന്നത്തെ IIT റൂർക്കിയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇതിനിടയിൽ വന്നിട്ടുള്ള വേറൊരു സ്ഥാപനമാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ 1993 വന്നത്. അത് ഈ ഡിസേബിൾഡ് ആൾക്കാർക്ക് സർവീസ് കൊടുക്കുന്ന പ്രൊഫഷൻസിനെ അക്രഡിറ്റ് ചെയ്യുന്നതും സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഞാൻ ഈ ഇത്രയും കൊടുത്തത്, ഇതുകൂടാതെ കുറെ ഉണ്ട്, ഇത്രയും കൊടുത്തത് ഇന്ത്യയിലെ ഈ സോഷ്യൽ വർക്ക് ഇന്ത്യയിലെ ഈ പ്രൊഫഷണൽസിന്റെ ഒരു റെഗുലേഷന്റെ ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പോ അത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പല പ്രൊഫഷൻസും ബ്രിട്ടീഷ് ഇന്ത്യയിലും അതിന് ശേഷവും ഉള്ള പീരീഡിൽ പ്രൊഫഷണൽ സ്റ്റാറ്റസ് വന്നു, അതിന്റെ അക്രഡിറ്റേഷൻസ് വന്നു എന്നുള്ളതാണ്. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ 1936 ടാറ്റയിൽ ആരംഭിച്ചു. അതിനുശേഷം 1940 ആയി കഴിഞ്ഞപ്പോഴേക്കും 1940-50 ആയപ്പോഴേക്കും പല സ്ഥലങ്ങളിലും ഒത്തിരി റെനൗണ്ട് ആയിട്ടുള്ള സ്കൂൾ സോഷ്യൽ വർക്കേഴ്സ് ആരംഭിച്ചു. മദ്രാസിലും ലക്നൌവിലും ഡൽഹിയിലും ഉദയ്പൂരും ഒക്കെ അതിനുശേഷം 50 ആയപ്പോഴേക്കും ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രൊഫഷണൽ കൗൺസിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ 36 ആരംഭിച്ച സോഷ്യൽ വർക്കിന് ഇതുവരെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൗൺസിൽ നമുക്ക് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എൻ്റെ ഇൻഫോർമൽ ആയിട്ടുള്ള ചർച്ചയിൽ നിന്ന് അന്വേഷണം മനസ്സിലായത്, ഞാൻ ഇന്നലെ ജോബിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് 1983 ഇന്ത്യയിലൊരു ബില്ല് വന്നിരുന്നു പാർലമെന്റിൽ. അത് നടപ്പിലായില്ല. അതിനുശേഷം ഒരു കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിന്റെ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ ബില്ല് വന്നു. അത് നടപ്പിലായിട്ടില്ല. നടപ്പിലായെന്ന് മാത്രമല്ല, അതൊന്നും ഒരു സബ്സ്റ്റാൻസ് ചർച്ചയിലേക്ക് വന്നില്ലെന്നുള്ളതാണ്. ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഫോർമേഷനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഇൻഫോർമേറ്റ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്, നമ്മളൊരു പ്രൊഫഷനെ ഒരു റെഗുലേറ്ററി ബോഡി ആക്കാനായിട്ടുള്ള ആക്ട് കൊണ്ടുവരാന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു സാധനത്തിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടഡ് എഫേർട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് സോഷ്യൽ വർക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ഇവിടെ ചർച്ച ചെയ്ത് പോകേണ്ടത്, ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് എനിക്കുണ്ട് സൂം. ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മൾ പലരും പറയുന്നത് പോലെ ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും വലിയ മുതലാളിയായിരുന്ന ടാറ്റയാണ് അത് കൊണ്ടുവന്നത്. അതിനുശേഷം സോഷ്യൽ വർക്കിന്റെ മറ്റുള്ള സ്പെഷ്യലൈസേഷന്റെ ഗ്രോത്ത് നോക്കുമ്പോൾ ഞാൻ കുറച്ച് എൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ അന്വേഷണത്തിൽ അതിനെക്കുറിച്ചുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ കണ്ടെത്തി. ഒരു 1970s എഴുതിയ ആർട്ടിക്കിളാണ് ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയെ കുറിച്ചിട്ട്. ആ ഹിസ്റ്ററി പറയുന്നത് ഈ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ തുടങ്ങുക എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അല്ല ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. അന്ന് ഇന്ത്യയിൽ വന്ന കുറച്ച് സോഷ്യൽ വർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ US എന്നുള്ള 1-2 പ്രൊഫഷണൽസിന്റെ ഒരു നിർദ്ദേശത്തിന് പുറത്താണ് ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പെഷ്യലൈസേഷൻ ആരംഭിക്കുന്നതും ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ചെയ്തത്, മറിച്ച് അന്ന് വന്ന ലഭ്യമായിരുന്ന ഒരു മാൻ പവർ റിസോഴ്സ്, അത് വിദേശത്തുള്ള ആൾക്കാരായിരുന്നു, അവരുടെ ഇനീഷ്യേറ്റീവിലാണ് ഇപ്പം സ്പെഷ്യലൈസേഷൻ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സോഷ്യൽ വർക്കിന്റെ ഒറിജിനൽ കോണ്ടെക്സ്റ്റ് തന്നെ ഇവിടുത്തെ ഒരു നീഡ് ബേസ്ഡ് ആയിട്ട് അല്ല സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇവിടെ ആരംഭിച്ചത് എന്നുള്ളതാണ്. അതിപ്പോ സംസാരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ചരിത്രത്തെയും നമ്മുടെ എഡ്യൂക്കേഷനെയും പ്രൊഫഷനെയും ബാധിക്കുക എന്ന് പറയുന്ന ഒരു അനാലിസിസിൽ ആ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടത് ആണ്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അത്രയ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ. അപ്പൊ ഈ സോഷ്യൽ വർക്കിൻ ഞാൻ ഇപ്പൊ പറഞ്ഞു പോയത് ഇന്ത്യയിലെ ഒരു ഹിസ്റ്ററിയാണ്. ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ റെഗുലേഷൻ ഓഫ് പ്രൊഫഷനെ കുറിച്ച് ഹിസ്റ്ററിയാണ് ഞാൻ പോയത്. സോഷ്യൽ വർക്ക് ഇപ്പോഴും ഒരു റെഗുലേറ്റഡ് പ്രൊഫഷണലാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ സോഷ്യൽ വർക്ക്
ഒരു റെഗുലേറ്ററി പ്രൊഫഷൻ ആയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ്. ഞാൻ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ആണെന്നുള്ളതാണ്. അതായത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് ഞാൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അതിന്റെ റെഫർ ചെയ്യുന്നത് റെഗുലേറ്ററി പ്രൊഫഷണൽ കോൺടാക്സിലാണ് ഓർക്കുക. ഒന്നും നമുക്കൊരു അക്രഡിറ്റേഷൻ ആയിട്ടില്ല. എപ്പോഴും നമുക്കൊരു നമ്മുടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ അക്രഡിറ്റേഷൻ ആയിട്ടില്ല. ഈ ലോകത്തെല്ലായിടത്തും തന്നെ സോഷ്യൽ വർക്കിന്റെ കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള അക്രഡിറ്റേഷൻ ഉണ്ട്. ഒന്ന് സോഷ്യൽ വർക്കേഴ്സിനെ അക്രഡിറ്റ് ചെയ്യാനും അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടും, വേറൊന്ന് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനെ അക്രഡിറ്റ് ചെയ്യാനായിട്ടും. ചിലയിടത്തൊക്കെ അത് ഒരു ബോഡി തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ചെയ്യുക. ചിലയിടത്ത് രണ്ട് ബോഡീസ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ US എടുത്തു കഴിഞ്ഞാൽ NASW എന്ന് പറഞ്ഞാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന്റെ ബോഡിയാണ്. എന്നാൽ കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനെ റെഗുലേറ്റ് ചെയ്തത്. നമ്മുടെ ഒരു അലുമിനി, ഈ നമ്മുടെ ശങ്കരാചാര്യ പഠിച്ച ഒരു അലുമിനി ഈ കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ഒരു ഹയർ ലെവൽ ബോഡിയിൽ മെമ്പറാണെന്ന് ഓർക്കുക. ഡോക്ടർ ജോണി അഗസ്റ്റിൻ CSWന്റെ US ഉള്ള CSWന്റെ ഇന്റർനാഷണൽ, അവരുടെ ഒരു ഇന്റർനാഷണൽ, ഞാൻ 3 പേര് ഓർക്കുന്നില്ല, അതിന്റെ ചെയറായിട്ട് വർക്ക് ചെയ്യാണ്. വേറൊന്ന് അക്രഡിറ്റഡ് ആയി കഴിയുമ്പോഴേക്കും നമുക്കിവിടെ എപ്പോഴും ലൈസൻസിന്റെ ക്വസ്റ്റ്യൻ വരുന്നില്ല. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നമ്മുടെ റോൾസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള, ഞാൻ ഇത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി വേറെ പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്ത് പോകാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കൗൺസിലറായിരുന്നു 1999. അപ്പൊ അന്ന് ഞാനൊരു കേരളത്തിലെ ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ജില്ലയുടെ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടിനെ പോയി കണ്ടു. സൂപ്രണ്ട് പോയിട്ട് പറഞ്ഞു, ഇത് ബൈജു ഇവിടുത്തെ കൗൺസിലറാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവിടുത്തെ ഒരു ഫിസിഷ്യൻ ചോദിച്ചു, ഏത് വാർഡിലാണെന്ന് ചോദിച്ചു, ആ സിറ്റിയിൽ ഏത് വാർഡിലെ കൗൺസിലറാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ, ആ സിറ്റിയിലെ കൗൺസിലറല്ല, ഞാൻ ഹോസ്പിറ്റലിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കൗൺസിലറാണെന്ന് പറഞ്ഞു. ഈ നമ്മൾ എന്താണ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ നിർണായകമായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ സോഷ്യൽ വർക്കർ ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ള പ്രൊഫഷണൽസ് ചെയ്യുന്ന കാര്യങ്ങളും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സമീപകാലത്ത് നമ്മുടെ ഈ കോവിഡ് ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചത് നമ്മൾ കൗൺസിലേഴ്സ് എന്നതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പത്രവാർത്ത വായിച്ചനുസരിച്ചിട്ട് ഈ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞപ്പോഴേക്കും സൈക്കോളജിക്കാർ പറഞ്ഞു സോഷ്യൽ വർക്കേഴ്സ് കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് അല്ല എന്ന് പറഞ്ഞൊരു പരാതി പറയുന്നതായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു പ്രാക്ടീസ് കൊണ്ട് നമുക്കൊരു ഒത്തന്റിസിറ്റി വരുത്താൻ പറ്റിയിട്ടുള്ളതാണ്. സോഷ്യൽ വർക്കേഴ്സിന്റെ കാര്യം ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന രീതിയിൽ കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളൊരു ബോധ്യം കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ പല മറ്റുള്ള പ്രൊഫഷൻസ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഓവർലാപ്പ് ചെയ്ത് പോകുന്നുള്ളത് വേറൊരു ഇഷ്യൂ ആണെന്നുള്ളതാണ്. ഇത് നമ്മുടെ അകത്തുനിന്നുള്ള പ്രശ്നമാണ്. ഈ പുറത്തുനിന്ന് പറയുമ്പോഴേക്കും ഒരു സോഷ്യൽ ലെജിറ്റിമസി, അതായത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു സാമൂഹിക അംഗീകാരത്തിന്റെ കോണ്ടാക്ട് വരുമ്പോഴേക്കും ഈ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാനായിട്ട് എത്രമാത്രം നമ്മുടെ രാജ്യം പ്രാപ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് വന്നതാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ആയിട്ടുള്ളത്. അതേ ഒരു സാഹചര്യം ഇന്ത്യൻ സാഹചര്യം നിലവിലുണ്ടോ? നിലവിലില്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ആ സോഷ്യൽ വർക്ക് പ്രൊഫഷനെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷനാക്കി മാറ്റിയെടുക്കാം, അത് ഒരു ഓൺഗോയിങ് ചർച്ചയാണ്, എപ്പോഴും നടന്നുകൊണ്ട് ചർച്ചയാണെന്നുള്ളതാണ്. ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ഒന്നിലധികം സെമിനാറുകൾ നടക്കുന്നുണ്ട് ഇതേ വിഷയത്തെ കുറിച്ചിട്ട് തന്നെ. പിന്നെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടാക്സ്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയും റിലീജിയസ് കോണ്ടാക്സ്റ്റുകളൊക്കെ ഇതിന്റെ പ്രൊഫഷണൽ അംഗീകരിക്കാനായിട്ടുള്ള ഒരു ഞാൻ വാക്ക് മച്യൂരിറ്റി എന്നുള്ള വാക്ക് അവിടെ ആക്യുറേറ്റ് അല്ല, മറിച്ച് അതിനുള്ള ഒരു പ്രാപ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഇന്ത്യൻ സൊസൈറ്റി വളരെ കോംപ്ലക്സ് ആണ്, എസ്പെഷ്യലി വെൻ കമ്പയർഡ് ടു വെസ്റ്റേൺ സൊസൈറ്റീസ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജാതി മത സാംസ്കാരിക പശ്ചാത്തലങ്ങളുടെ വൈവിധ്യം പലപ്പോഴും ഒരു സോഷ്യൽ വർക്കിനെ ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം നമുക്ക് ഒരു വോളണ്ടറി വർക്കിന്റെ വലിയ ഹിസ്റ്ററി ഉണ്ട് ഇവിടെ. ഈ എങ്ങനെയാണ് നമ്മൾ വോളണ്ടറി വർക്കിൽ നിന്ന് സോഷ്യൽ വർക്കിനെ വേർതിരിച്ചെടുക്കുന്നത്, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രൊഫഷന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സും അതോടൊപ്പം തന്നെ സാമൂഹിക അംഗീകാരം കിട്ടേണ്ട സമൂഹത്തിന്റെ ആയിട്ടുള്ള ഒരു ലെവലും, ഈ രണ്ട് ഫാക്ടേഴ്സും കൂടി വരുമ്പോഴാണെന്ന് തോന്നുന്നു സോഷ്യൽ വർക്ക് ഇപ്പോഴും ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കപ്പെടാനായിട്ട് സാധിക്കാതെ വരുന്നൊരു കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് ഇന്ത്യയിൽ
വേണ്ടതുണ്ട്, അതൊരു പ്രൊഫഷൻ ആവേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനോട് എനിക്ക് രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങൾ പറയാനുള്ളത്. രണ്ട് തരത്തില് അതിനെ കാണാൻ സാധിക്കുന്നു. ഒന്ന് ഞാൻ അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് കാണുകയാണെന്നുള്ള വെച്ച് കഴിഞ്ഞാല്, ഏതൊരു പ്രൊഫഷന്റെയും ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട സേവനം പബ്ലിക് കൊടുക്കും എന്നുള്ളതാണ്. അത് പ്രൊഫഷണൽ റെഗുലേഷൻ വരുമ്പോഴേക്കും. രണ്ടാമതായിട്ട് ഒരു എത്തിക്സ് കോണ്ടസ്റ്റ് എടുക്കുമ്പോഴേക്കും ആ എത്തിക്സ് വെച്ചിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി ഓഫ് സർവീസ് ഉറപ്പുവരുത്താൻ പറ്റും. അതിനൊരു ലീഗൽ ഒത്തന്റിസിറ്റി കൊടുക്കാൻ പറ്റും. ഒരു റോൾ ക്ലാരിറ്റി വരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ അഡ്വക്കേറ്റ്സ് എന്ന പ്രൊഫഷൻ എടുക്കുക. ഇപ്പൊ അഡ്വക്കേറ്റ്സ് എന്ന പ്രൊഫഷന് അതൊരു ലീഗലി മാൻഡേറ്റ് ഉള്ള പ്രൊഫഷണൽ അംഗീകരിക്കുക. അതായത് ആർക്കുള്ള വക്കീലാവുന്നവരിക്കുക. ആർക്കുള്ള വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യവഹാരങ്ങൾ അങ്ങനെ പോകും. അല്ലെങ്കിൽ ഡോക്ടർ നിൽക്കുക, ഡോക്ടർ എടുത്തുമ്പോഴേക്കും ആർക്കും ഡോക്ടർ ആവാതിരിക്കുക. അതിനൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, അതിനൊരു റെഗുലേഷന്റെ ആവശ്യമില്ല, അതിനൊരു നമ്പറിന്റെ ആവശ്യമില്ല. അങ്ങനെ അപകടം എന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കോണ്ടക്ഷൻ നോക്കുമ്പോഴേക്കും സോഷ്യൽ വർക്കർ എന്നൊരു പ്രൊഫഷൻ ആയി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ക്വാളിറ്റി സർവീസ് എൻഷുർ ചെയ്യാനും പബ്ലിക്കിന്റെ സർവീസിനെ കുറച്ചും കൂടി ഉറപ്പ് കൊടുക്കാനും അതിന്റെ എത്തിക്സ് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ചലഞ്ചസും ഉണ്ട്. സോഷ്യൽ വർക്കേഴ്സ് ശമ്പളം കൂടുന്നുള്ള വേറെ കാര്യമാണ്. അഡ്വൈസ് വരുമ്പോഴേക്കും പ്രൊഫഷൻ ആയി കഴിഞ്ഞാല് പ്രൊഫഷന്റെ കോസ്റ്റ് ഒരു ഘടകമാണെന്നുള്ളതാണ്. ഒന്ന്, പ്രൊഫഷൻ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മെച്ചപ്പെടും. അത് അഫോർഡ് ചെയ്യാനായിട്ട്. രണ്ടാമതായിട്ട് ഇതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് സോഷ്യൽ സർവീസ് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഫീസ് കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ളത്, നമ്മുടെ ഈ വോളണ്ടറി മേഖലയും സന്നദ്ധ മേഖലയും പ്രൊഫഷനുമായിട്ട് നമ്മൾ എങ്ങനെ തിരിച്ച് കാണുന്നുള്ളത്. കാരണം ഇതിങ്ങനെ കൂടിക്കൊഴിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ളത്. അതുപോലെ ഒരു റിലീജിയസ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എല്ലാം ഇതിനെ ഇത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ കോണ്ടെക്സ്റ്റ് എത്തിയാൽ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചിന്താഗതി എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സോഷ്യൽ വർക്കിന് ഒരു പ്രൊഫഷനായിട്ട് അംഗീകരിക്കുന്നുള്ള ഒരു വൈമനസ്യം കൃത്യമായിട്ടും പ്രകടമാണ്. അപ്പൊ അത് എങ്ങനെ വേറൊന്നുള്ള ചലഞ്ചാണെന്നുള്ളതാണ്. വേറൊന്ന്, നമ്മുടെ സ്വാഭാവികമായിട്ടും വേറൊരാളെ സഹായിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധതയെ സർക്കാരും ഓർഗനൈസേഷൻസ് കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ അവിടെ വരും. പിന്നെ നമ്മൾ എങ്ങനെ കണ്ടിന്യൂ കോമ്പറ്റൻസി ഉറപ്പുവരുത്തും. അതായത് എല്ലാ പ്രൊഫഷനും റെഗുലേറ്റഡ് പ്രൊഫഷൻസിലും ഈ കണ്ടിന്യൂ കോമ്പറ്റൻസി എന്ന് പറഞ്ഞ നിർണായക ഘടകമാണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനുള്ള ഈ ആൽബർട്ട എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ ഞങ്ങളൊക്കെ രജിസ്റ്റേർഡ് സോഷ്യൽ വർക്കേഴ്സ് ആണ്. നിങ്ങൾ എൻ്റെ പേര് കാണുമ്പോൾ ബൈജു PhD RSW എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് സോഷ്യൽ വർക്ക് എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കാറ്റഗറിയുടെ പേരാണ്. ഇവിടെ ഞങ്ങൾക്ക് ഉള്ളത് RSW ഉണ്ട്, പിന്നെ RCSW ഉണ്ട്, ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ എന്ന് വേറെ കാറ്റഗറി ഉണ്ട്. US പോയി കഴിഞ്ഞാൽ US 50ഓളം തരത്തിലുള്ള ടൈറ്റിൽസ് കൊടുക്കുന്നുണ്ട് അവര്. അത് ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രൊവിൻസിൽ ഒരു വർഷം ഞങ്ങൾ $400 കനഡിയൻ കൊടുക്കണം ഞങ്ങളുടെ രജിസ്ട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പലർക്കും താങ്ങാൻ പറ്റുന്ന ഒരു പൈസയാണെന്നുള്ളതാണ്. അത് ഞാൻ കൗൺസിലിലെ ഇലക്ടഡ് മെമ്പറാണ്. ഞങ്ങളുടെ കൗൺസിലിൽ 10 ഇലക്ടഡ് മെമ്പേഴ്സും 4 പബ്ലിക് മെമ്പേഴ്സും, സർക്കാർ റെക്കമെൻഡ് 4 പബ്ലിക് മെമ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷവും ഞങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണം, ഞങ്ങളുടെ സെൽഫ് കെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആ പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ തരത്തിൽ നമ്മുടെ കോമ്പറ്റൻസി ഓരോ വർഷവും ഉറപ്പുവരുത്താൻ പറ്റുന്ന സിസ്റ്റംസ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടെന്നുള്ളതും ഉറപ്പാണ്. ഞാൻ എൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് വരികയാണ്. നമ്മൾ ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? അപ്പൊ എന്നോട് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഒരു റെഗുലേഷൻ കൊണ്ടുവരാനായിട്ടുള്ള ആവശ്യങ്ങൾ നോക്കുമ്പോഴേക്കും ഞാൻ 2 കാറ്റഗറി തിരിച്ചിട്ടുള്ളത്. ഒന്ന്, എക്സ്റ്റേണൽ ആയിട്ട്, അതായത് എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊരു കാര്യം നമ്മുടെ റോൾ ക്ലാരിറ്റി എന്നുള്ളതാണ്. ഓരോ സെറ്റിങ്ങിലും സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് സോഷ്യൽ വർക്ക് എന്ത് ചെയ്യുന്നു, ഒരു കറക്ഷൻ സെറ്റിംഗിൽ എന്ത് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗിൽ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊരു കൃത്യമായുള്ള ക്ലാരിറ്റി കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഈ ക്ലാരിറ്റിയിൽ നമ്മൾ
നമ്മുടെ ഒരു യൂണീക്നെസ് എന്താണ്? അതായത് സോഷ്യൽ വർക്ക് ട്രെയിനിങ് കഴിഞ്ഞ ഒരാളും വേറൊരു വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ആളും ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഈ സോഷ്യൽ വർക്കിനെ പ്രൊഫഷനായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ എക്സാമ്പിൾസിന്റെ രസകരമായ കാര്യം വെച്ചാൽ ഞാൻ ഇന്ത്യ പഠിപ്പിച്ചപ്പോഴും കാനഡ പഠിപ്പിക്കുമ്പോഴും ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നുള്ളത്, ഹൂ ഈസ് ദ ബെസ്റ്റ് സോഷ്യൽ വർക്കർ യു ഹാവ് സീൻ ഇൻ യുവർ ലൈഫ്? ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സോഷ്യൽ വർക്കർ ആരാണെന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ല അതിന് മുമ്പായിട്ട് ചോദിക്കുന്ന ചോദ്യം പലപ്പോഴും വരുന്നത്, നിങ്ങളൊരു സോഷ്യൽ വർക്കറെ സോഷ്യൽ വർക്കർ പോയിട്ടുണ്ടോ? അപ്പൊ പലരും പോയിട്ടില്ല. അപ്പോ ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും സോഷ്യൽ വർക്കർ നമ്മുടെ അമ്മയാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കി നമ്മൾ ആദ്യം പോകുന്ന അമ്മയുടെ അടുത്തേക്കാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടി പ്രായപൂർത്തിയൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വേറെ സുഹൃത്തുക്കളും ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്ന സോഷ്യൽ വർക്കറുടെ അടുത്തേക്കല്ല, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്തേക്കാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ പിന്നെ വൈ ഡു യു നീഡ് എ സോഷ്യൽ വർക്കർ? കുറച്ചും കൂടി കോംപ്ലക്സ് ആകുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സഹായിക്കാൻ പറ്റുന്ന വരില്ല. അവിടെയാണ് സോഷ്യൽ വർക്കറുടെ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന്റെ ആ ക്വാളിറ്റി കോമ്പറ്റൻസി ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ യൂണീക്ക് ആയിട്ടുള്ള നമ്മുടെ ഒരു മെറിറ്റ് അസർട്ടൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിർണായകമാണെന്നുള്ളതാണ്. പിന്നെ ഐഡന്റിറ്റി ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇത് തന്നെ. ഇപ്പൊ ഈ സോഷ്യൽ വർക്കർ, ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ ഇഷ്യൂ തിരിച്ചു വരികയാണ്. ഈ കോവിഡ് കാലത്ത് കേരളത്തില് ഒത്തിരി MSWക്കാർ സോഷ്യൽ വർക്കേഴ്സ് അപ്പോയിന്റ് ചെയ്തു. അവിടെ നമ്മൾ ഉപയോഗിച്ച വാക്ക് കൗൺസിലേഴ്സ് എന്നുള്ളതാണ്. ഈ സോഷ്യൽ വർക്ക് കഴിഞ്ഞ MSW കഴിഞ്ഞ ആൾക്കാരിൽ നമ്മുടെ എത്ര ആൾക്കാർ ഈ സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നിർണായകമെന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മലയാളത്തില് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് എന്ത് വാക്ക് ഉപയോഗിക്കുന്നതാണ്? സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ വളരെ പ്രകടമായിട്ടൊരു ഇംഗ്ലീഷ് വാക്കാണ്. ഒരു ക്ഷേമപ്രവർത്തകൻ എന്ന് പറയാൻ പറ്റും, ക്ഷേമപ്രവർത്തകൻ. ഞാൻ ചിന്തിച്ച് വേറൊരു ഓൾട്ടർനേറ്റീവ് ആണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയാൻ പറ്റുന്നില്ല? മറിച്ച് നമ്മൾ കൗൺസിലേഴ്സ് എന്ന് പറയുന്നു, സൈക്കോ സോഷ്യൽ സപ്പോർട്ടർ എന്ന് പറയുന്നു, വേറെ പലതരത്തിലുള്ള പേരുകൾ നമുക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് പലപ്പോഴും തോന്നിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഹൗ ഡു വി ഡിസ്ക്രൈബ് അവേഴ്സൽസ്? ഈ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് ജനങ്ങൾക്ക് നേരിട്ട് സേവനം നൽകുന്ന ആൾക്കാരാണ് മിക്കവാറും സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് ആ വാക്ക് ഉപയോഗിച്ച് വരിക. അത് കമ്മ്യൂണിറ്റിയിലായിരിക്കാം, ക്ലിനിക്കൽ കോൺടാക്റ്റിലായിരിക്കാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സോഷ്യൽ വർക്കർ ഉണ്ടെങ്കിൽ ആ സോഷ്യൽ വർക്കർ എന്തൊക്കെ ചെയ്യുക? അപ്പൊ നമ്മൾ ഈ സോഷ്യൽ വർക്കർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് MSW കഴിഞ്ഞ ആൾക്കാരാണ് പലപ്പോഴും PR ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിലൊക്കെ. PR ചെയ്യുന്ന കുറെ വർക്കുകൾ സോഷ്യൽ വർക്കറുടെ വർക്കിലുണ്ട്. പക്ഷെ സോഷ്യൽ വർക്കർ ആണെങ്കിൽ അയാൾ എന്താണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യുക? അപ്പൊ ഈ ഐഡന്റിറ്റി കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അനിവാര്യ ഘടകമാണെന്ന് തോന്നുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ പുറത്തേക്ക് കാണുന്ന ഒരു ഇമേജിൽ ഇതാണ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം കോമ്പറ്റൻസിയുടെ കാര്യമാണെന്നുള്ളതാണ്. നമ്മൾ ഡെമോൺസ്ട്രേറ്റിംഗ് കോമ്പറ്റൻസി. നമ്മുടെ ഒരു സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആൾക്കാരുടെ, എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആൾക്കാർ കൃത്യമായിട്ടുള്ള കോമ്പറ്റൻസി തങ്ങളുടെ വർക്കിൽ ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള തമാശ കഥ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ വർക്കർ ഒരു സ്ഥലത്ത് എംപ്ലോയി ചെയ്യപ്പെട്ടു, അവിടെ ഒരു സെമിനാർ നടക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഒരു ബാനർ കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും സോഷ്യൽ വർക്കർ പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്, ഞാൻ ബാനറൊന്നും കെട്ടത്തില്ല, അതൊക്കെ എന്റെ ചുമതലയുള്ളതെന്ന് പറഞ്ഞ ഒരു രസകരമായിട്ട കഥയുണ്ട്. അപ്പൊ ഈ കോമ്പറ്റൻസി ആ സാധനം നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റുന്നുള്ളൊരു ഇഷ്യൂ എന്നുള്ളത്. അതായത് ഒരു NGO ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ആ NGOയിൽ 10 വർഷം വർക്ക് ചെയ്ത ഒരു 10ാം ക്ലാസ്സുകാരനും ഉണ്ട്, ഇവിടെ MSW കഴിഞ്ഞ ഒരാളും ഉണ്ട്. ഇതിനകത്ത് സിഗ്നിഫിക്കന്റ് കോമ്പറ്റൻസി ഡിഫറൻസ് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമായുള്ള കാര്യം എനിക്ക് തോന്നുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് ഓൾവേസ് അക്രഡിറ്റേഷൻ. ലീഗൽ ഒതന്റിസിറ്റി ഇല്ലാണ്ട് നമുക്ക് ഈ സോഷ്യൽ വർക്ക് തന്നെ ഒരു പ്രൊഫഷനായിട്ട്, റെഗുലേറ്റഡ് പ്രൊഫഷനായിട്ട് ഒരിടത്തിലും മാറാൻ സാധിക്കത്തില്ല. അത് പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയോ ആക്ടോടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായിരിക്കും മിക്കവാറും ഈ പറഞ്ഞൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഹെൽത്ത് പ്രൊഫഷൻസ്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ആക്ട് വരുന്നുണ്ട്. ഞാൻ ആ ആക്ട് മുഴുവനായിട്ട് വായിച്ചു നോക്കിയിട്ടില്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ 2 ചർച്ച മുമ്പ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ആക്ട് ഒരു സാധ്യതയാണ്. അതുപോലെയാണ് UGC റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ സോഷ്യൽ വർക്ക് കൊണ്ടുവരാന്നുള്ള വേറെ സാധ്യത മുമ്പ് ചർച്ച ചെയ്തിരുന്നു. നാപ്സി ഒരിക്കല് ASKTയുടെ ഭാഗമായിട്ട് സോഷ്യൽ വർക്കിനാക്കാൻ പോലും ചർച്ച ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവിടെ കയറി കൂടിക്കഴിഞ്ഞാൽ അതായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ അകത്ത് നിന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് അകത്ത് നിന്ന് സോഷ്യൽ വർക്കിനെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ.
ഒന്നെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കാര്യമാണ് നല്ലതാണ്. ഇതിപ്പോ പുറത്തെ ആൾക്കാർ കാണുന്നതല്ല, അകത്തുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ഇൻഡിജിനസ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനും സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിൽ വരുത്തുന്ന മാറ്റങ്ങളും. ഒന്ന് എനിക്ക് തോന്നുന്ന കാര്യം സ്കിൽ ഫോക്കസ് ആണെന്നുള്ളതാണ്. ഇത് എന്റെ കനഡിയൻ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നമ്മുടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിൽ ഒരു സ്കിൽ ഫോക്കസ് നിർണായകമാണെന്ന് തോന്നുന്നു. സ്കിൽ ഫോക്കസിനെ പറയുമ്പോൾ ഇത് കമ്മ്യൂണിറ്റി വർക്കായിരിക്കാം, ഇൻഡിവിജ്വൽ വർക്കായിരിക്കാം. അതായത് ഇപ്പോൾ ഒരു കേസ് വർക്ക് ഇന്റർവ്യൂ, ഈ കേസ് വർക്ക് എന്നുള്ള വാക്കൊന്നും ഇപ്പോൾ സോഷ്യൽ വർക്കിന്റെ അക്കാഡമിക്സിൽ ഇന്റർനാഷണൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഒരാളെങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രൈമറി മാത്തമാറ്റിക്സ് ഒരാള് ഒരാളെങ്ങനെ ഇന്റർവ്യൂ ചെയ്യും, എങ്ങനെ ചോദ്യം ചോദിക്കും, ഇത് നമ്മൾ പറയാൻ മാത്രമല്ല ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണം. അപ്പോൾ പറയുമ്പോഴേക്കും ബൈജു വാട്ട് യു സേ ഇസ് വെരി ഗുഡ്, ക്യാൻ യു ഡെമോൺസ്ട്രേറ്റ് ഇറ്റ് ഫോർ അസ്. ഞാൻ തന്നെ ക്ലാസ് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല ഈ കുട്ടികൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മിക്കവാറും പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സിന്റെയും പ്രാക്ടീസ് ഇൻ ക്ലാസ് നടക്കുകയാണ്. അപ്പൊ ഗ്രൂപ്പ് വർക്ക് ആണെങ്കിൽ ഞാൻ 5 വർഷം ഗ്രൂപ്പ് വർക്ക് പഠിപ്പിക്കുന്നുണ്ട്. 5 വർഷമായിട്ടും എല്ലാ കുട്ടിയും ക്ലാസ്സിൽ അധ്യാപകന്റെ മുമ്പിൽ ഗ്രൂപ്പ് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം, എന്നാല് അവന് ആ കോഴ്സ് പാസ്സാൻ പറ്റത്തോളാണ്. അപ്പൊ അതിൽ പെർഫെക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അവർ ചെയ്തിട്ട് അതിന്റെ ഒരു ആ പ്രോസസ് റിഫ്ലക്റ്റീവ് ആക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബുക്സ് മെറ്റീരിയൽസ്, ഞാൻ ഇതിനു വേറെ സ്ഥലം പറഞ്ഞതാണ്, നമ്മുടെ പല ബുക്സിന്റെയും അവസ്ഥ അത് ഈ നേരത്തെ മുമ്പ് ചർച്ച ചെയ്യുന്ന പോലെ കൊളനൈസേഷൻ ഇഷ്യൂ ആണെന്നുള്ളതാണ്. ഒരു കൺസൾട്ടഡ് എഫേർട്ട് നമ്മുടെ എഡ്യൂക്കേഷന്റെ മെറ്റീരിയൽസിൽ കൊണ്ടുവരാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിക് എക്സാമ്പിൾ പറയുന്നത് ഈ മുറേജ് റോസിന്റെ കാര്യമാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ ഡെഫിനേഷൻ മുറേജ് റോസിനെയാണ് ഞാൻ പഠിപ്പിച്ചതും ഇന്ത്യയിൽ വെച്ച്. മുറേജ് റോസിന്റെ ഡെഫിനേഷൻ 1956 വന്നതാണ് ആ പുസ്തകം. അതേ ഒരു കനേഡിയൻ ആയിരുന്നു. ഞാനിവിടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എങ്ങും കിട്ടാനില്ല. അദ്ദേഹത്തിന്റെ പേര് പോലും ഒരു പുസ്തകത്തിലും കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല നമ്മളിവിടെ ഈ നോളജിന്റെ ഒരു അപ്ഡേഷനും നിർണായകമാണെന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ എത്ര കറണ്ട് ആണെന്നുള്ളതാണ്. ലൈക്ക് ഇപ്പൊ ഇവിടെയൊക്കെ മിക്കവാറും ലാസ്റ്റ് 5 to 10 years ഇടയ്ക്ക് ഇറങ്ങിയ പുസ്തകങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണെന്നുള്ളതാണ്. പിന്നെ ഇൻഡിജിനൈസേഷൻ ഞാൻ പലപ്പോഴും സംസാരിക്കാൻ പറയുന്ന കാര്യമാണ്. നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോഴേ ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് ഈ +2 പുസ്തകങ്ങളാണ്. ഈ +2 പുസ്തകങ്ങളിലൊക്കെ ഒരു സോഷ്യൽ വർക്കിന്റെ ഞാൻ കണ്ട പുസ്തകങ്ങളുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ മാറ്റം എനിക്ക് അറിയത്തില്ല. അതിൽ നമ്മൾ കൊടുക്കുന്ന പടങ്ങൾ, സഹായിക്കാൻ കൊടുക്കുന്ന പടങ്ങൾ പറയുമ്പോൾ ഇതിനകത്തൊക്കെ നമ്മുടെ മലയാളീസിന് ഇന്ത്യക്കാരുടെ പടങ്ങളല്ല ഉള്ളത്. മിക്കവാറും ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന വിദേശത്തുള്ള ആൾക്കാരുടെയൊക്കെ സായിപ്പന്മാരുടെ പടങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് തന്നെ കുറെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ പടങ്ങൾ കൊടുത്തുകൂടെ? അപ്പൊ അങ്ങനെയുള്ള വളരെ സിമ്പിൾ സ്റ്റെപ്സിലൂടെയൊക്കെ നമുക്ക് ഇൻഡിജിനൈസേഷൻ മാറ്റാൻ പറ്റുന്നതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം. ഇത് ഇന്ത്യയിൽ സംഭവിക്കേണ്ട വേറെ കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കുട്ടികളുടെ കോമ്പിറ്റൻസ് ഉറപ്പുവരുത്തുക. വേറൊന്ന് നിർണായകമായിട്ടുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളൊരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്ന് മാറി കുറച്ചും കൂടി റാഡിക്കൽ ആയിട്ടുള്ള പ്രോഗ്രസീവ് ആപ്രോച്ചിലേക്ക് പോകുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ളതാണ്. ഒരു ലാസ്റ്റ് 20 to 30 yearsനിടയ്ക്ക് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രസീവ് റാഡിക്കൽ ക്രിട്ടിക്കൽ ലെവലിലേക്കുള്ള മാറ്റമാണ്. എനിക്ക് തോന്നുന്നു അടുത്ത സെഷനിൽ രാജേഷ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ മാറ്റം ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ ഊന്നി നിന്നുകൊണ്ട് ഓരോ വ്യക്തിയുടെ സോഷ്യൽ ലൊക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ പവർ ഡൈനാമിക്സ് അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സോഷ്യൽ വർക്ക് നടപ്പിലാക്കുക, എങ്ങനെയാണ് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. ഈ തരത്തിലേക്കുള്ള ഒരു പ്രോഗ്രസീവ് അപ്രോച്ച് കൂടി കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ ഇന്റേണലി അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സോഷ്യൽ വർക്കിനെ ഒരു പ്രൊഫഷണൽ കോണ്ടസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട 2 കാറ്റഗറി തിരിച്ചു. ഒന്ന് എക്സ്റ്റേണലി നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും, 2 അകത്ത് നിന്ന് എങ്ങനെ സോഷ്യൽ വർക്ക് പ്രൊഫഷനെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രതിപാദിക്കാൻ ശ്രമിച്ചത് ഈ സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിനകത്തുള്ളൊരു ഒരു കൊളോണിയൽ സാധനം ഒരു ഇൻഡസ്ട്രിയലൈസേഷനെ ക്യാപിറ്റലൈസേഷൻ്റെയൊക്കെ ഒരു കോണ്ടക്സ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ അതിനകത്തുള്ള നമ്മൾ മറ്റുള്ള പ്രൊഫഷൻസിനെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒരു ക്ലിനിക്കൽ കോണ്ടക്സ്റ്റ് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഒരു സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷന്റെ ആട്രിബ്യൂട്ട്സ്, ഇന്ത്യയിലെ സോഷ്യൽ വർക്ക് റെഗുലേറ്റഡ് പ്രൊഫഷൻസിന്റെ ഒരു ഹിസ്റ്ററി അത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ സോഷ്യൽ വർക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ റെഗുലേറ്റഡ് പ്രൊഫഷൻ ആവേണ്ട സമയമായി. പക്ഷെ അതിനോട് കൺസിഡർ എഫർട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് റെഗുലേറ്റഡ് പ്രൊഫഷൻ ഇപ്പോഴും ആയിട്ടില്ല. എന്തുകൊണ്ടായിട്ടില്ല, എന്തുകൊണ്ട് ആവേണ്ട ആവശ്യമുണ്ട്, എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക, ഇത്രയുമാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ച് വളരെ വിശാലമായിട്ടുള്ള ചർച്ചയിലേക്കും പോകാമെന്ന് വിചാരിക്കുന്നു. Thank you everyone for listening to me. Over to Malish.
താങ്ക് യു ബൈജു സാർ. നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യമായിട്ട് അപ്പോൾ ഡോക്ടർ അനിത, എനിക്ക് തോന്നുന്നു ബൈജു സാർ കാനഡയിൽ ഇന്ത്യയിൽ ഇത്രയും കാലം വർക്ക് ചെയ്തതിന് ശേഷം കാനഡയിൽ പോയിട്ടും ഇതിന് കുറെ വർഷമായി ഇപ്പൊ വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ സാറിന് രണ്ട് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതൊരു വലിയ, എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങൾ മാത്രമാണ് ഏറെക്കുറെ, മറ്റേതൊക്കെ നമ്മൾ കാണുക അല്ലെങ്കിൽ വായിച്ച ഒരു അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പക്ഷെ സാറിന്റെ വ്യൂസ് സാർ കൃത്യമായിട്ട് ഇത്രയും ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നു, അത് വർക്ക് ചെയ്തു, പഠിപ്പിച്ചു. അപ്പം അതും അതുപോലെ തന്നെ കാനഡിയൻ കോണ്ടെക്സ്റ്റിൽ സാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രൊഫഷണലിസത്തെ കൂടുതലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. സാർ പറഞ്ഞ 2-3 പോയിന്റ്സ് ആണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ഇന്റേർണലി നോക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് പ്രൊഫഷണലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേർണലി നോക്കേണ്ട, അല്ലെ ഇന്റേർണലി വരുന്ന സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലെ ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു അമേരിക്കൻ കോണ്ടെക്സ്റ്റിനാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പം ഇന്ത്യയിലും ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതൽ അന്ന് ടെസ്റ്റ് ഫോക്കസ് ചെയ്തതും അന്ന് ലേബർ വെൽഫെയർ അങ്ങനെയുള്ളൊരു കാര്യം, പിന്നീടാണ് മറ്റുള്ള ഒരു ഏരിയയിലേക്കൊക്കെ പോണത് തന്നെ. അപ്പം പിന്നീട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ ചേഞ്ചസ് വന്നുവെങ്കിലും നമ്മളും ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അതിന് പുറകെ തുടങ്ങിയപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ രാജഗിരി നോക്കിയാലും പേഴ്സണൽ മാനേജ്മെന്റ് ഒക്കെ എടുത്തു മാറ്റി, പിന്നെ ബാക്കി സ്പെഷ്യലൈസേഷൻസ് ഒക്കെ വന്നു. എങ്കിലും നമ്മൾ ഇപ്പോഴും ഈ സ്പെഷ്യലൈസേഷൻ എന്നുള്ളൊരു സാധനത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പക്ഷെ അതാണോ നമ്മൾക്ക് വേണ്ടിയത്? അങ്ങനത്തെ ഒരു കോൺക്രീറ്റ് പല ചർച്ചകൾ ഉണ്ടായി. നമ്മൾ ഇൻഡിജിനൈസേഷൻ ഓഫ് നോളജ് എന്നുള്ളൊരു സാധനം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പലപ്പോഴും വേണമെന്ന് പറയുമെങ്കിലും നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്, ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഗ്ലോബലി അപ്രോപ്രിയേറ്റഡ് ആണ്. അവിടെ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ ഒരു ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ദേ ക്യാൻ വർക്ക്. എന്താ വെച്ചാൽ അവിടെയൊക്കെ തുടങ്ങിയ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക് എന്നുള്ളൊരു ഫോക്കസിൽ അവർ ആ മെത്തേഡ്സ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ പഠിക്കുന്നു. അപ്പൊ ദേ ക്യാൻ ഗോ ആൻഡ് വർക്ക്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഡു വി നീഡ് ദാറ്റ്? നമ്മൾ അത് മാത്രമാണോ? അങ്ങനെ ഒരു നമുക്ക് പലപ്പോഴും അറിയാം, കുട്ടികൾ ഫീൽഡിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കേസ് വർക്ക് ഈ 1-to-1 അപ്രോച്ച് എത്രമാത്രം ലിമിറ്റഡ് ആണ് എന്നുള്ളത്. നമ്മൾ കുറെ കൂടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു അർബൻ, പലപ്പോഴും ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്ത് വന്നതും ഒരു അർബൻ സെറ്റിംഗ്സിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോഴാണ് ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഈ റൂറൽ ക്യാമ്പസസ് ഒക്കെ പിന്നീട് തുടങ്ങിയതൊക്കെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു അപ്രോച്ച് നമ്മൾ കുറെ കൂടെ ഇന്ത്യയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള പോപ്പുലേഷൻസ്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസ്, അപ്പം അങ്ങനെ എല്ലാവരോടും അപ്പം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അപ്രോച്ചസ് നമ്മുടെ കുട്ടികൾ എത്രമാത്രം പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കൺസേൺ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സ് ഒക്കെ പറയും അവർ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല, ഇല്ലെങ്കിൽ MSW ചെയ്തു എന്നുള്ളൊരു സാധനം. അപ്പം ഈ പ്രൊഫഷണലിസം വരുമ്പോൾ അതത് മൂവ്മെന്റ്സിന്റെ കൂടെ നമുക്ക് ഇപ്പം കഴിഞ്ഞ ഒരു ടോക്കിൽ സുബൈർ തന്നെ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ, സോഷ്യൽ ആക്ഷൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതല്ല ഇന്ത്യയിൽ വേണ്ട എന്നുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഡിസ്കഷൻസിൽ. അപ്പം നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വേണ്ടുന്ന തരത്തിലുള്ള ഒരു രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടിയില്ലേ? അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രൊഫഷണലിസത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് തരത്തിൽ പലപ്പോഴും നിൽക്കുന്നത്. ഇത് കഴിഞ്ഞവര് മാസ് മൂവ്മെന്റ്സിലും ഒരു സോഷ്യൽ ആക്ഷനിലൊക്കെ ഇടപെടുമ്പോഴത്തേക്കും പലപ്പോഴും ആ പ്രൊഫഷണലിസം വേണ്ട എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ പോകുന്നേ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ സോഷ്യൽ വർക്കേഴ്സ്. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു പോസ്റ്റിന് നമുക്ക് സ്കൂൾ സോഷ്യൽ വർക്കർ ആണ് ശരിക്കും വേണം. അത് മതി. കൗൺസിലിംഗ് എന്നുള്ളൊരു സാധനം നമ്മുടെ കുട്ടികൾക്കൊന്നും ഇപ്പോഴത്തെ സ്കൂൾ ലെവലിൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കേസസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഒരു റെഫറൽ ലെവലിലേക്കൊക്കെ മാത്രമേ കുട്ടികൾക്കൊക്കെ അതിന്റെ ആവശ്യം വരണുള്ളൂ. എങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഈ ടൈറ്റിൽ റോൾ, സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു റോളിലേക്ക്, ഒരു ടൈറ്റിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഫഷനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ എന്നുള്ളത്. അപ്പം സാർ പറഞ്ഞ ആ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് ഇപ്പം പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, പക്ഷെ ഒരു സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൽ ഹെൽത്ത് പ്രോജക്ട്സ് വന്നപ്പോഴാണ്
ഏറ്റവും കൂടുതൽ ഈവൻ സാലറി എന്നുള്ളൊരു കൺസേൺ പോലും എന്താണ് കുറച്ചുകൂടെ എന്താണ് വരാൻ തുടങ്ങിയത്, കൊടുക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ എങ്കിലും അതൊക്കെ ഇപ്പൊ പോയി, ഇപ്പോഴും ഡിഫറെന്റ് പ്രോജക്ട്സ് ആണ്. അപ്പൊ ആ പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഒരു കൃത്യമായിട്ട് സോഷ്യൽ വർക്ക് എന്നുള്ളൊരു സാധനം നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്, എന്നൊരു സാധനം കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം ഒരു എന്താണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് നമ്മൾ പറയാം, ഈ മിനിസ്ട്രി ഓഫ് വെൽഫെയർ ആണ് എല്ലാ പ്രോഗ്രാംസും ഇംപ്ലിമെന്റ് ചെയ്യണത്. അപ്പൊ അവര് പോലും നോക്കി കാണുന്നത് ആൾക്കാരൊക്കെ ബെനിഫിഷ്യറീസ് എന്നുള്ള രീതിയിലാണ്. അപ്പം അപ്പൊ സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ആ സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് പലപ്പോഴും നമ്മളും അതിൽ ഉണ്ടാവുന്നത്. ഗവൺമെന്റിന്റെ കൂടെ നിന്നിട്ട് നമ്മളും സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യണു. ഇപ്പം എന്താണ് ICDS, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ICDS സ്കീം, അതിലാണ് നമ്മളിപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ വർക്കേഴ്സ് വർക്ക് ചെയ്യണത്. അപ്പം അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാത്രം, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് റിസോഴ്സസ് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാത്രം. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഡിസ്കഷൻ വരികയും ഇപ്പൊ നമ്മുടെ എന്താണ് ഇവിടെ പ്രൊഫഷണൽ ബോഡീസ് എന്താണ് ഓൾറെഡി നാപ്സി പോലുള്ളതും ഒക്കെ നിലവിലുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ക്യാബ്സ് ഉണ്ട്, പിന്നെ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കിന്റെ അസോസിയേഷൻ ഒക്കെ എന്താണ് നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ബൈജു സർ പറഞ്ഞതുപോലെ നമുക്കൊരു ലീഗൽ ഒരു ആക്ട്, പല ശ്രമങ്ങളും മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഏറ്റവും അർജന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കൗൺസിലിനേക്കാൾ ഉപരിയായിട്ട് ഒരു ലീഗൽ ആക്ട് ആ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനൊരു ഡിസ്കഷൻ ആയിരിക്കും കുറച്ചുകൂടെ അനുയോജ്യം എന്ന് തോന്നുന്നു. താങ്ക് യു. മാലിഷ്. നന്ദി ഡോക്ടർ അനിത. നമുക്ക് ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു വളരെ 1 മണിക്കൂറിന് അടുത്ത സമയം എടുത്തുകൊണ്ട് വളരെ ദീർഘമായിട്ട് തന്നെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ബൈജു വളരെ വിശദമായി തന്നെ ഈ സോഷ്യൽ വർക്ക് ഉണ്ടായി വന്ന ഒരു ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷനും ഇന്ത്യയെ സംബന്ധിച്ചും പറഞ്ഞു. ഞാൻ ഒരു ചർച്ചയെ നയിക്കുന്നു എന്നതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാമെന്നാണ്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച യോഗേന്ദ്ര സിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സോഷ്യോളജിസ്റ്റിനോടോ ഏതെങ്കിലും ഒരു എക്കണോമിസ്റ്റിനോടോ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു 10 പ്രൊഫസർമാരുടെ പേര് പറയാൻ പറഞ്ഞാൽ താരതമ്യേന വലിയ ബുദ്ധിമുട്ടില്ലാതെ ധാരാളം പേരുകൾ ഒരുപക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഡിസിപ്ലിൻ, ഹിസ്റ്ററി അടക്കമുള്ള സാമൂഹ്യശാസ്ത്ര ഡിസിപ്ലിനിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ അതാത് ഡിസിപ്ലിനിലെ ഇന്ത്യൻ ഓഥർമാരെഴുതിയ പുസ്തകങ്ങളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് വലിയ ഒരു ലിസ്റ്റും കിട്ടും. അത്രത്തോളം 1936 ഇന്ത്യയിൽ തുടങ്ങിയ സോഷ്യൽ വർക്കിന് അത്രത്തോളം എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പ്രാഥമികമായ ചോദ്യം 1. 2, ഡോക്ടർ ബൈജു ഉന്നയിക്കാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ടത് അതിന്റെ അടിസ്ഥാന പ്രമാണമായിട്ട് എടുത്തത് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ്. ആ പ്രൊഫഷൻ എന്ന ആശയത്തെ അദ്ദേഹം വിശദീകരിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചത് ഒരു സോഷ്യോളജി ഓഫ് പ്രൊഫഷൻ എന്ന വിശാലമായ ഒരു ജ്ഞാനശാഖയെ വായിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ PV ബൈജു പറയാൻ ശ്രമിച്ച പ്രൊഫഷൻ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് അപ്രോച്ച് അഥവാ ചെക്ക് ലിസ്റ്റ് അപ്രോച്ച് ടു പ്രൊഫഷൻ എന്ന് പറയുന്ന വളരെയധികം കാലഹരണപ്പെട്ട് പോയ ഒരു സിദ്ധാന്ത ആണ് ഇത്. കാരണം ആട്രിബ്യൂട്ട് അപ്രോച്ച് പറയുന്നത് ഒരു കോംപ്ലയൻസിനെ കുറിച്ചാണ്. ചില പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു. ഈ പറയുന്ന മാനദണ്ഡങ്ങളോട് ആരൊക്കെയാണ് യോജിക്കുന്നത് അവരെല്ലാം തന്നെ പ്രൊഫഷനായിട്ട് മാറുന്നു എന്ന ഇത് ഇന്നത്തെ കാലത്ത് പലരും പ്രൊഫഷന്റെ ഒരു നിർവചനമായിട്ട് കരുതുന്നതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം എല്ലാ പ്രൊഫഷനും ഒക്യുപ്പേഷനാണ്, എന്നാൽ എല്ലാ ഒക്യുപ്പേഷനും പ്രൊഫഷൻ അല്ല. അപ്പോൾ ഒരു സവിശേഷമായ ഒരു ഒക്യുപ്പേഷനാണ് പ്രൊഫഷൻ. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനെ ഒരു ഒക്യുപ്പേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് കൺട്രോൾ ഓവർ ദ വർക്ക്, അവർ ചെയ്യുന്ന തൊഴിലുള്ള സ്വയം നിർണയ അവകാശം. 2, മോണോപ്പൊളി ഓൺ ഇറ്റ്സ് സർവീസസ്, അത് ചെയ്യുന്ന സർവീസിലുള്ള കുത്തക. 2, 3, ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ ഇവാലുവേഷൻ, പുറത്തുനിന്നുള്ള മറ്റുള്ളവരുടെ ഒരു ഇവാലുവേഷന് പാത്രമാകാത്ത രീതിയിലുള്ള ഒക്യുപ്പേഷൻ. ഇത്തരത്തിലുള്ള ആളുകളെ മാത്രമാണ് പ്രൊഫഷൻ എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊഫഷൻ എന്ന കാറ്റഗറിക്ക് ഒരു പ്രശ്നം, ഇത് എല്ലാ പ്രൊഫഷനും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒരു ബോഡി ഓഫ് നോളജ് ഉണ്ട്, ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. അത് ഒരു ഒക്യുപ്പേഷൻ തമ്മിലുള്ള ഒരു അധികാര ഘടനയ്ക്കുള്ളിൽ നിന്ന് ഇതിനെ നോക്കിക്കാണാൻ പര്യാപ്തമാണോ എന്ന് ഒരു സംശയം കൂടി ഉന്നയിക്കുന്നു. മൂന്നാമതായി ഡോക്ടർ ബൈജു സൂചിപ്പിച്ച ഇന്ത്യയിലുണ്ടായ പ്രൊഫഷണൽ കൗൺസിലുകളെ കുറിച്ച്. നമുക്ക് ഏകദേശം 16ഓളം കൗൺസിലുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും അവസാനം ഉണ്ടായ കൗൺസിൽ 1993 ഉണ്ടായ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ NCT ആണ്. 1934 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് നഴ്സിംഗ് കൗൺസിലും ഉണ്ട്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ 1947 രൂപീകരിച്ച് ഏകദേശം 70 വർഷം കഴിഞ്ഞിട്ടും നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് എവിടെ നിൽക്കുന്നു എന്ന ഒരു ചോദ്യത്തിലും കൂടി ഞാൻ റിഫ്ലക്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. നമുക്ക് ആരാണോ കൈ പൊക്കുന്നത്, ഹാൻഡ് റൈസ് ചെയ്യുന്നത്, അപ്പൊ അവരിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനുശേഷം നമുക്ക് മറുപടിയിലേക്ക് പോകാം. ആരും ഒരു കൈ ഉയർത്തിയായിട്ട് കാണുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവർ. ഓക്കെ, KP രാജേഷ് പറഞ്ഞോളൂ. രാജേഷ് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ രാജേഷ്. ഓക്കെ, ബൈജു സാറേ നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ ബൈജു സാറിന്റെ പ്രസന്റേഷനിൽ മാത്രമല്ല, ഏതാണ്ട് ഈ കഴിഞ്ഞ എല്ലാ പ്രസന്റേഷനും ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ഇൻഡിജിനൈസേഷൻ എന്നത്. അപ്പൊ ഞാൻ അതിനെ മലയാളീകരിക്കുകയാണ്. ഇൻഡിജിനൈസേഷനെ ഞാൻ മനസ്സിലാക്കുന്നത് തദ്ദേശീയമായ ഒരു സാമൂഹ്യ പ്രവർത്തനം വികസിപ്പിക്കുക എന്ന നിലയ്ക്കായിരിക്കും അത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്ന വാക്ക് സോഷ്യൽ സയൻസിന്റെ ഇപ്പം മറ്റേത് സോഷ്യൽ സയൻസിന്റെ മേഖല എടുത്താലും ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിലൊന്നും നിലനിൽക്കുന്നില്ല. അപ്പൊ സോഷ്യോളജി ആയാലും ശരി, ആന്ത്രപ്പോളജി ആയാലും ശരി, പൊളിറ്റിക്കൽ സയൻസ് ആയാലും ശരി, ഇക്കണോമിക്സ് ആയാലും ശരി, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് പലയിടത്തും അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പോ ഇന്ത്യ പോലുള്ള ഒരു കോളനിയാനന്തര സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ ആധുനികത വികസിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ആധുനികത രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ഇപ്പൊ 2003 മുതൽ ഏതാണ്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് സോഷ്യൽ വർക്കിന്റെ പുറത്ത് നിന്ന് നിരീക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ, അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ ആധുനികത രൂപപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളം ഒരു ആധുനിക സമൂഹമായി മാറിയത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മണ്ഡലത്തിൽ എവിടെയും വളരെ ഗൗരവമായ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ എന്താണ് ഈ തദ്ദേശീയമായ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോഴും യാതൊരു വ്യക്തതയും കിട്ടുന്നില്ല. അപ്പൊ അതൊന്ന് മാഷ് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ പ്രോഗ്രസീവ് എന്ന വാക്ക്, ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രസീവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് സോഷ്യൽ വർക്കിലെ ലാർജർ ഫ്രറ്റേണിറ്റി കണ്ടത്. ഇപ്പൊ പ്രോഗ്രസീവ് എന്തോ വലിയ ഒരു പാതകം ചെയ്യുന്ന പോലെയാണ്. ഒന്നിൽ പ്രോഗ്രസീവ് മൂവ്മെന്റിനെ കുറിച്ച് സംസാരിക്കുക, പ്രോഗ്രസീവ് എന്ന വാക്കിനെ കുറിച്ച് സംസാരിക്കുക, സമൂഹത്തിന്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ട്രാൻസിഷനെ കുറിച്ച് സംസാരിക്കുക, ഇതൊക്കെ തന്നെ വലിയ തോതിൽ പ്രശ്നവൽക്കരിക്കപ്പെട്ട ഒരു സമയമാണ്. ഞാൻ പറയുന്നത് സൈദ്ധാന്തികമായിട്ട് ഒരു തരത്തിലും പ്രശ്നവൽക്കരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് ചില പ്രത്യയശാസ്ത്രപരമായ പ്രീ ഒക്കുപ്പേഷൻസ് സോഷ്യൽ വർക്കിലേക്ക് വരുന്ന ആളുകൾക്കും സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന ആളുകൾക്കും ഉണ്ടായത് കൊണ്ട് തന്നെ പ്രോഗ്രസീവ് എന്ന വാക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് എല്ലാ കാലത്തും ഈ ഫ്രറ്റേണിറ്റി കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് ഇപ്പൊ മാഷ അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് പറഞ്ഞ് പ്രോഗ്രസീവ് റാഡിക്കൽ സോഷ്യൽ വർക്കിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം എന്ന്
പറയുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് ഇപ്പോഴും ഒരു വ്യക്തത കിട്ടാത്ത എന്താണ് പ്രോഗ്രസീവ് എന്നുള്ളത് കൊണ്ട് മാഷ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കൂടി കിടക്കാം. എനിക്ക് ഡോക്ടർ രാസി അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. സാറേ നമസ്കാരം. സാറേ ഞാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ടല്ലോ, രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അകത്തും പ്രൊഫഷനോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യം. അതിനകത്ത് അകത്ത് നിന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇന്റേണലൈസ് ചെയ്യേണ്ടുള്ള കുറെ കാര്യങ്ങൾ സാർ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലൈസേഷന്റെ എടുത്ത് മാറ്റം, ചിലപ്പോൾ ഒരു പക്ഷേ സാർ അതായിരിക്കാം ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പിന്നെ കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറേയധികം ചേഞ്ചസിന്റെ സമയമാണെന്ന് സാർ പറയുന്നുണ്ട്. കുറെ ബുക്സുകൾ വരണം, കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരണം, ഔട്ട്കം ബേസ്ഡ് ആവണം. ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന കോളേജിൽ കഴിഞ്ഞ 2-3 വർഷം മുന്നേ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന സംഭവം എടുത്തു മാറ്റി. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിട്ട് നമുക്കൊക്കെ ഒരു ഷോക്കായിരുന്നു. ഒറ്റയിടിക്ക് സ്പെഷ്യലൈസേഷൻ മാറ്റുക, സോഷ്യൽ വർക്ക് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ കുറേ ചിന്തകൾ. പക്ഷേ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി സ്പെഷ്യലൈസേഷൻ എന്നുള്ളതിനപ്പുറം ശരിക്കും ഫീൽഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് വേണ്ടുള്ളതെന്നും അത് നല്ലതാണെന്നും കരുതുന്നു. അപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്ന അത് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ സാറിന്റെ കീഴിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന സ്പെഷ്യലൈസേഷൻ ആയിരുന്നു. സാർ ഇപ്പം വർക്ക് ചെയ്യുന്ന മേഖലയില് കാനഡയിൽ ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരു ചോദ്യം. അഥവാ അത് സാറിന് ആ ഒരു വ്യത്യാസം കാണാം. നമ്മൾ കോമ്പിറ്റൻസി എന്ന് നമ്മൾ പറയുന്ന 9 കോമ്പിറ്റൻസീസ് ആണോ സാർ ഉദ്ദേശിക്കുന്നത്, അതോ നമ്മൾ ഇന്ത്യൻ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് പുതിയ കോമ്പിറ്റൻസി ബേസ്ഡ് സംഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമോ? പിന്നെ ഇത് മാത്രം മതിയോ? അത് പിന്നെ ബുക്സ്, അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ബുക്സുകൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എത്ര പേര് ഒരു ബുക്ക് എഴുതുകയോ അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ എഴുതുകയോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വളരെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ മുഖവിലേക്ക് എടുക്കണമെന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യമായിട്ട് ചോദിച്ചതാണ്. ആദ്യത്തെ 2 സാർ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കൂടി പോയതിനു ശേഷം നമുക്ക് വിഷയാവതരണത്തിൽ പോകാം. മർലിൻ റോമിയോ, കേൾക്കാം, പറഞ്ഞോളൂ. സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമ്മൾ പലരും ഒരു പാക്കേജ് ആയിട്ടാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സോഷ്യൽ വർക്കറെ ഓരോ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്താൽ ശരി, കുറെ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഒരു കൗൺസിലറുടെ ജോലി ചെയ്യിപ്പിക്കാം, ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി ചെയ്യിപ്പിക്കാം, ഒരു ഹോം കീപ്പറുടെ ജോലി ചെയ്യിപ്പിക്കാം. അങ്ങനെ കുറെ അധികം, ഒരു ട്രെയിനർ, ഹെൽപ്പർ, സർവീസ് പ്രൊവൈഡർ, അങ്ങനെ കുറെ ജോലികൾ ഒരുമിച്ച് ഒരാൾക്ക് തന്നെ കൊടുക്കാം എന്ന് പറയുന്ന ഒരു മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചുള്ള ഒരു പാക്കേജ് ആയിട്ട് സോഷ്യൽ വർക്കർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രവണത പല സ്ഥലത്തും കാണും. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ഒരു ഓവർലാപ്പിംഗ് വരും. സൈക്കോളജി പഠിച്ച ആൾ കൗൺസിലിംഗ് ചെയ്യാൻ വരുന്നു, ഇപ്പൊ സോഷ്യോളജി പഠിച്ചവർ കൗൺസിലിംഗ് ചെയ്യാൻ വരുന്നു. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് ഈ പാക്കേജിങ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ ഓവർലാപ്പിംഗ് സംഗതികളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമായിരിക്കും എന്നുള്ള ഒരു സംശയമൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ പറയുന്നത്, നമ്മളിപ്പോ PSC ആണെങ്കിലും ഒരു ജോബ് വിളിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഒരു സോഷ്യൽ വർക്കർ പോസ്റ്റിലേക്ക് ഇന്ന ജോലിയിലേക്ക് ഒരാളെ എടുക്കുന്നു എന്ന് പറയുന്നില്ല. ഇപ്പൊ LLB കഴിഞ്ഞാൽ ലോ പഠിച്ച ഒരാളെ മാത്രമാണ് നമുക്ക് അഡ്വക്കേറ്റ് ആക്കാൻ പറ്റുന്നത്. പക്ഷേ സോഷ്യൽ വർക്ക് മാത്രം പഠിച്ചവരല്ല, സൈക്കോളജി പഠിച്ചവർക്കും സോഷ്യോളജി പഠിച്ചവർക്കും ഇനി അല്ലെങ്കിൽ എനി സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ പഠിച്ചവർക്കാണെങ്കിലും ഒരേ ജോലിയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന പിന്നെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെയാണ്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് മാത്രം വരുന്ന ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രവണതയെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു സംശയമുണ്ട്. ഇന്നിനകത്ത് വരുന്ന ഇപ്പൊ നമ്മളൊരു സോഷ്യൽ വർക്കർ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പം നമുക്ക് ലയബിലിറ്റി കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൗൺസിൽ അത് കൃത്യമായിട്ട് നോക്കുന്നു. അതിന് വേണ്ട തെറ്റുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുക, സസ്പെൻഡ് ചെയ്യുക, ലൈസൻസ് കട്ട് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സോഷ്യൽ വർക്കർ ചെയ്യുന്ന ആ വർക്കിന്റെ
കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ പോലെ ബോഡിയുടെ അഭാവമാണ്. അപ്പം ഇത്തരത്തിൽ സീരിയസ് ആയ ഒരു മാറ്റർ ആയിട്ട് പോലും നമുക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കുറച്ചും കൂടി ശക്തമായി ഇപ്പൊ ഇവിടെ ഇത്ര പേരൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു കൂട്ടായ്മയൊക്കെ കൂട്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഈ സംഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കൺസേൺ. ഇത്രയുമാണ്. ചോദ്യം വ്യക്തമാണ്. നമുക്ക് അവതാരകരിലേക്ക് തിരിച്ചു പോവാം. ബൈജു സാർ റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഡിസ്കഷനും ചോദ്യങ്ങളാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ അനിത പറഞ്ഞൊരു കമന്റിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് ഞാൻ തുടങ്ങാം. അനിത പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ വളരെ പ്രോപ്പർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനോട് യോജിപ്പില്ല ഇത് പറഞ്ഞാൽ. കാരണം നാട്ടിൽ MSc പഠിച്ചുകൊണ്ട് വിദേശത്ത് വന്ന് സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് വേറൊരു മറുവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പൊതുവിലുള്ള എഡ്യൂക്കേഷൻ, അതായത് 1ാം ക്ലാസ് തുടങ്ങിയിട്ട് MSc എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സം ഓഫ് കോമ്പിറ്റൻസി ഉണ്ട്, നോളജ് ലെവൽ. ആ നോളജ് ലെവൽ ആസ് എ ഹോൾ പലപ്പോഴും ഇവിടുത്തെ സോഷ്യൽ വർക്കറും അതുപോലെ ഇത് ജോലി ചെയ്യാനുള്ള കോമ്പിറ്റൻസി തരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് പലപ്പോഴും അത് സമാനമാണ്, പക്ഷെ അതിൽ തന്നെ പൂർണ്ണമാണെന്നൊരു അർത്ഥമില്ല. മാലിഷ് വളരെ ഗൗരവമായിട്ടുള്ള 3 പോയിന്റ്സ് റേസ് ചെയ്യണ്ടായിരുന്നു. ഒന്നിപ്പോ എന്തുകൊണ്ട് ഇപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക്സിന്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ വേറെ ഏത് പ്രൊഫഷണൽ മാതിരിയുള്ള അക്കാഡമിക്സ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ ഒരു പ്രൊഫഷണലിലെ പ്രൊഫസേഴ്സിനെയോ ടീച്ചിങ്സിനെയോ പുസ്തകങ്ങളെ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ സോഷ്യൽ വർക്കിനെ കാണുന്നത് മറ്റുള്ള അക്കാഡമിക്സിൽ നിന്നുള്ള വളരെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് ഈസ് എ പ്രാക്ടീസ് പ്രൊഫഷൻ. സോഷ്യൽ വർക്ക് ഒരു പ്യുവർലി അക്കാഡമിക് പ്രൊഫഷൻ അല്ല. സോഷ്യൽ വർക്ക് ഒരു പ്രാക്ടീസ് പ്രൊഫഷനാണ്. നമ്മൾ അക്കാഡമിഷ്യൻസിനെയോ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ സോഷ്യൽ വർക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് രാജേഷിന്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടി വരുമ്പോഴേ ഡിസ്കഷൻ വരുമ്പോഴേ ഒരു പോയിന്റ് ആണെന്നുള്ളതാണ്. നമ്മൾ ഇത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ അക്കാഡമി മേഖലയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രൊഫസർമാർ പുസ്തകം ഇല്ലാത്തതിന്റെ അപര്യാപ്തത ആകുന്നില്ല. പിന്നെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്ന സ്ഥാനത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ നമ്മുടെ ഒരു ആട്രിബ്യൂട്ടീവ് ലിസ്റ്റ് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഫോളോ ചെയ്തത്. അത് ശരിയാണത്. ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച സാധനം തന്നെ ഫോളോ ചെയ്ത് അതിന്റെ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഫ്രെയിമിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്തൊരു എക്സ്പേർട്ട് അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളുടെ ബേസിക്സും തുടങ്ങാൻ പറയുന്ന ആവശ്യമാണെന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് യൂണിവേഴ്സലായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില ഫോർമാറ്റ്സ് ഉണ്ട്. ആ ഫോർമാറ്റ്സിൽ നിന്നിട്ട് ഞാൻ ഈ പ്രൊഫഷനെ കുറിച്ച് ചിന്തിച്ചു പോയത്. എന്ന് പറയുമ്പോൾ പോലും ഇപ്പൊ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു നഴ്സിംഗ് ഒരു പ്രൊഫഷനായ അല്ലെങ്കിൽ അതിനൊരു അഡ്വക്കസി ഡെവലപ്പ് ചെയ്തിട്ട് ഇത്ര നാളായിട്ടും അത് എവിടെ എത്തി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളതാണ്. പക്ഷെ ഈ 2 പ്രൊഫഷൻസിന്റെ നഴ്സിംഗും സോഷ്യൽ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നഴ്സിംഗിനുള്ള മാതിരിയുള്ള ഒരു നെസസിറ്റി, ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള നെസസിറ്റി പോലെ സാധനം സോഷ്യൽ വർക്കിന് ഇത് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവാഞ്ഞത് നമ്മുടെയും കൂടി പരിമിതിയാണെന്നുള്ളതാണ്. അത് അങ്ങനത്തെ ഒരു നെസസിറ്റി ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. ഇപ്പോ നമ്മളിപ്പോ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും കമ്പാരിസൺ എപ്പോഴും പ്രസക്തി തോന്നുന്നില്ല. എങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റിൽ 10 നഴ്സുമാരുണ്ടെങ്കിൽ ചിലപ്പോൾ 2 സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ പല കോൺടെക്സ്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം പ്രൊഫഷന്റെ എല്ലാ തരത്തിലുള്ള ഒരു റിനൗൺ സ്റ്റേറ്റസിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രാജേഷ് ചോദിച്ച കാര്യങ്ങളിൽ ഒന്ന്, ഈ കേരളത്തിന്റെ ഒരു ആധുനികത എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഇൻഡിജിനൈസേഷന്റെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഈ ആധുനികത രൂപപ്പെട്ടത്, അത് എങ്ങനെയാണ്, അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ എഡ്യൂക്കേഷൻ, നമ്മുടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പലപ്പോഴും ഈ വളരെ കാലികമായിട്ട് ഇപ്പൊ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2011 10 നമ്മളെ സിലബസ് റിവൈസ് ചെയ്തപ്പോൾ ഞാൻ കേരളത്തിന്റെ കോൺടെക്സ്റ്റിലെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് നോക്കി. അപ്പൊ അതിനകത്ത് കേരളത്തിന്റെ സോഷ്യൽ സർവീസ് ഹിസ്റ്ററി, സോഷ്യൽ വർക്ക് ഹിസ്റ്ററി, നമ്മൾ ഈ സോഷ്യൽ വർക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ റിഫോർമേഷൻ എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്ത് കുറച്ച് നവോത്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ PRDS പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക്. ഒന്ന്, നമ്മുടെ അറിവിന്റെ പരിമിതി ഉണ്ടായിരുന്നു. രണ്ടത് അപ്പൊ അങ്ങനത്തെ അത് നമ്മുടെ എഡ്യൂക്കേഷന്റെ കരിക്കുലം ഫ്രെയിം ചെയ്തതിന്റെ ഒരു വലിയ ഒരു കോളനൈസേഷൻ പ്രശ്നമുണ്ട്. അതിനകത്ത് കുറെയൊക്കെ മുക്തമായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്.
എന്താണ് ഇൻഡിജിനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ വർക്ക് ഒരു പ്രാക്ടീസ് പ്രൊഫഷൻ ആണെന്നുള്ളതാണ്. ഈ പ്രാക്ടീസ് പ്രൊഫഷനിൽ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ, മെത്തഡോളജി, അതിനുപയോഗിക്കുന്ന അനാലിസിസ്, അതിനുപയോഗിക്കുന്ന രീതികൾ എത്രമാത്രം പ്രാദേശികമായിട്ടുള്ള സംസ്കാരത്തിനും അറിവിനും സമൂഹത്തിന്റെ അധികാരഘടനയ്ക്കും അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച ഇൻഡിജിനൈസേഷൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കും അതിന്റെ പ്രാക്ടീസിലുള്ള മെത്തേഡ്സും അതിനെ സൊസൈറ്റിയെ അനലൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളും ഇതെല്ലാം, അതിനുപയോഗിക്കുന്ന ഭാഷയും, സോഷ്യൽ വർക്ക് ഇപ്പൊ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയും, ഇതിനകത്തൊക്കെ ആ തദ്ദേശീയമായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോണ്ടക്സ്റ്റാണ് ഞാൻ ഇൻഡിജിനൈസേഷനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ വൈദേശികമായിട്ടുള്ള പല സങ്കേതങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോഴേക്കും ഉപയോഗയോഗ്യമല്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം. ഇത് അവിടെ മാത്രമല്ല, ഇത് ഇവിടെയുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാനഡയിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അബോറിജിനൽസ് ആണ്. കാനഡ മാത്രമല്ല, US കുറച്ച് ബ്ലാക്ക് കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. ഇപ്പൊ ഇമിഗ്രൻസിനേക്കാളും കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന അബോറിജിനൽസ് ആണെന്നുള്ളതാണ്. ഈ അബോറിജിനൽസിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിസ്ഡം ഉണ്ട്, അവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അവിടെ നോളജ് ബേസ് ഉണ്ട്. ഈ നോളജ് ബേസിൽ നിന്ന് മാറി വളരെ കൃത്യമായിട്ട് ഒരു യൂറോ സെൻട്രിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയും ഒരു ഇൻഡിജിനൈസേഷൻ ഓഫ് നോളജ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സോഷ്യൽ വർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇവിടുത്തെ അബോറിജിനൽ ഹിസ്റ്ററി പഠിക്കണം, ഇവിടുത്തെ അബോറിജിനൽ നോളജിനെ കുറിച്ച് പഠിക്കണം, അബോറിജിനൽ വേസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസിനെ കുറിച്ച് പഠിക്കണം. പക്ഷെ ഇന്ത്യൻ കോൺടെക്സ്റ്റ് പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ആദിവാസി മേഖലയിൽ എങ്ങനെയാണ് ജനസമൂഹം പ്രവർത്തിച്ചിരുന്നത്, അത് മെത്തേഡ്സ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്കൊന്നും വരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച ഇൻഡിജിനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പ്രോഗ്രസീവ് റാഡിക്കൽ എന്ന് പറയുന്നത് ഞാൻ രാജേഷ് പറഞ്ഞോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നമ്മുടെ പല കോണ്ടെക്സ്റ്റിലും അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഹിബിഷൻ പൊതുവിലുണ്ട്. അത് എല്ലായിടത്തും ഉള്ളതാണ്. ഒരു മാറ്റത്തിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇപ്പോ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയുടെ ഒരു പവർ ഡൈനാമിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു സോഷ്യൽ വർക്കറുടെയും സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയുടെ ഒരു സോഷ്യൽ ഒക്കേഷൻ, അവരുടെ ഒരു അധികാര ഘടന എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സർവീസിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് എവരുടെ ലൈഫിൽ വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ വർക്ക് തിയറീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാരഡൈംസിനെ ചലഞ്ച് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നതാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെയാണ് LGBTQ ഇഷ്യൂസ് മുമ്പിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ദളിത് ഇഷ്യൂസ് മുമ്പിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഗവർണൻസിന്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മൈനോറിറ്റി ഇഷ്യൂസിലേക്ക് ഇടപെടുക. ഇത്തരത്തില് അണ്ടർ റെപ്രസെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക് കമ്മ്യൂണിറ്റി മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ, ഇതിപ്പോ LGBT എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, അതുപോലത്തെ ഇഷ്യൂസ് മുമ്പിലേക്ക് കൊണ്ടുവരിക. എങ്ങനെയാണ് നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളെയും കുറച്ചുകൂടി വിമർശനമായിട്ട് കാണുക. ഈ തരത്തിലാണ് ഞാൻ പ്രോഗ്രസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെമസ്റ്റർ പഠിപ്പിച്ച കോഴ്സാണ് ഈ ചൈൽഡ് ഡെവലപ്മെന്റിൽ. അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റിൽ അറ്റാച്ച്മെന്റ് തിയറീസ് പഠിപ്പിക്കുക. നമ്മൾ ഈ എങ്ങനെയാണ് സെക്യൂർഡ് അറ്റാച്ച്മെന്റ്, കുട്ടികളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് 3-4 തിയറീസ് ഉണ്ട്. ഈ തിയറീസ് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം അവസാനം ഞാൻ ഈ തിയറി കൂടുന്ന ആൾക്കാരെ മുഴുവൻ അവിടെ പിക്ചേഴ്സ് മുഴുവൻ ഒരു സ്ലൈഡിൽ ആക്കി ചോദിച്ചു. അപ്പൊ ഈ വാട്ട് ഈസ് കോമൺ ഫോർ ഓൾ ദീസ് തിയറീഷ്യൻസ്. ഈ തിയറീഷ്യൻസ് എല്ലാം വെള്ളക്കാരാണ്, ഈ തിയറീഷ്യൻസ് എല്ലാം ആണുങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ വെള്ളക്കാരായിട്ടുള്ള ആണുങ്ങൾക്ക് മാത്രമാണോ ഈ അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറയാൻ പറ്റുക? കറുമ്പർക്ക് പറയാൻ പറ്റത്തില്ല, കറുത്ത ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല, വേറെ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആഫ്രിക്കേഷൻസ് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് ഈ പഠിച്ച അറിവിനെ തന്നെ വീണ്ടും വിമർശനാത്മകമായിട്ട് മനസ്സിലാക്കാനായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സാധനം എഡ്യൂക്കേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ തരത്തിലുള്ള ഒരു അപ്രോച്ചിനെയാണ് ഞാൻ ക്രിട്ടിക്കൽ കോണ്ടെക്സ്റ്റിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. അത് ഉറപ്പായിട്ട് പ്രാക്ടീസിലേക്ക് വരുന്നുള്ളതാണ്. റാസിയുടെ ചോദിച്ചാല് ഈ സ്പെഷ്യലൈസേഷൻ എന്നുള്ളതാണ്. കാനഡയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഒരു സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് വിഭിന്നമാണ്. നമുക്ക് ഇവിടുത്തെ ഇന്ത്യയിലെ സോഷ്യൽ എഡ്യൂക്കേഷൻ ബേസിക് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നമുക്ക് +2 ഡിഗ്രി 3 years, PG 2 years ആണ്. കാനഡയിലും മറ്റുള്ള പല വിദേശ രാജ്യങ്ങളിലും ബേസിക് എഡ്യൂക്കേഷൻ
12th ഗ്രേഡും അതിനുശേഷം വരുന്നത് 4 ഇയർ ഡിഗ്രിയും പിന്നെ 2 ഇയർ PG ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ 4 ഇയർ ഡിഗ്രി സോഷ്യൽ വർക്ക് ഡിഗ്രി എന്ന് പറയുന്നത് 2 ഇയർ ഡിപ്ലോമ ആയിട്ട് തിരിച്ചിട്ട് 2 ഇയർ ഡിപ്ലോമ ശേഷം പിന്നെ 2 ഇയർ ഡിഗ്രി. അപ്പൊ 4 ഇയേഴ്സ് BSW വരുന്നത്. BSW സ്പെഷ്യലൈസേഷൻ ഇല്ല. BSW മതി സോഷ്യൽ വർക്കാണ് രജിസ്റ്റർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ BSW നോം. അപ്പൊ MSW പോകുന്ന വളരെ ആൾക്കാർ വളരെ കുറവാണെന്നുള്ളതാണ്. അതിന്റെ ആവശ്യമില്ല സോഷ്യൽ വർക്കായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ചുകൂടി ഹയർ സ്പെഷ്യലൈസേഷനിലേക്ക് പോകാൻ മാത്രമാണ് MSW പോകുക. MSW ചെല്ലുമ്പോഴും സ്പെഷ്യലൈസേഷൻ ഇല്ല, മറിച്ച് നമുക്ക് ചില ഏരിയയിൽ കോൺസെൻട്രേഷൻ എടുക്കാൻ പറ്റും, ചില ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും ഓരോരുത്തർ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ BSW കഴിഞ്ഞ വർഷം പഠിപ്പിച്ചൊരു കോഴ്സ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ആയിരുന്നു. അത് കുട്ടികളുടെ ചോയ്സ് ആണ്, അവർക്ക് എടുക്കാൻ പറ്റുന്ന ആക്റ്റീവ് ആണെന്നുള്ളതാണ്. പിന്നെ റാസി വെച്ചത് ഈ കോമ്പിറ്റൻസീസിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഇത് ഒരു നമ്മൾ പഠിക്കുന്ന ഒരു 9 കോമ്പിറ്റൻസീസ് വെച്ചിട്ടാണോ അസസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിജിനൈസേഷനും പ്രൊഫഷണൽ കോൺടാക്ട് വരുമ്പോഴേക്കും ഇന്ത്യൻ കോൺടാക്റ്റിൽ എന്തൊക്കെയാണ് സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുള്ള കോമ്പിറ്റൻസീസ്. US കൃത്യമായിട്ട് കോമ്പിറ്റൻസി ലിസ്റ്റ് ഉണ്ട്, കാനഡയിലുണ്ട്, ഓരോ രാജ്യങ്ങളുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ കോമ്പിറ്റൻസി ലിസ്റ്റ് ഉണ്ട്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഇൻഡിജിനൈസേഷൻ വരിക എന്നുള്ളതാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് തന്നെയും ഓരോ സംസ്ഥാനം വരുമ്പോഴേക്കും ഓരോ പ്രദേശം വരുമ്പോഴേക്കും കുറച്ചും ഡിഫറെന്റ് ആയിരിക്കും. എന്തൊക്കെയാണ് MSW കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥിക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ കോമ്പിറ്റൻസി വേണം. ഒന്നാമത് ചിലപ്പോൾ അവർ വ്യക്തികളുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് എന്തൊക്കെ സ്കിൽസ് വേണം, ഇന്ന കാര്യങ്ങളെ കുറിച്ച് ഗവേഷണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെ വേണം. ഈ തരത്തിലുള്ള സാധനം ഇന്ത്യൻ സാഹചര്യത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ആവശ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒന്ന് കോമ്പിറ്റൻസി ലിസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ ഇന്ത്യ, 2 കോഡ് ഓഫ് എത്തിക്സ്. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന പല കോഡ് ഓഫ് എത്തിക്സും എനിക്കിപ്പോ മാറ്റം അറിയത്തില്ല. ഇപ്പൊ നാപ്സ് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കോഡ് ഓഫ് എത്തിക്സ് അതുപോലെ തന്നെ കേരളത്തിന്റെ കോൺടാക്ട് എടുക്കാൻ പറ്റും. കേരളത്തിലെ കോൺടാക്ട്സിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഫോളോ ചെയ്യേണ്ട ഒരു സജസ്റ്റഡ് കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ പോലും ഒരു സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഇൻഡിജിനൈസേഷൻ വരേണ്ടത്. അതിനുള്ള കൺസൾട്ടഡ് എഫേർട്ട് എടുക്കാന്നുള്ളതാണ്. അപ്പൊ ഇത് ആര് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ കണക്റ്റീവ് എഫേർട്ട് വരിക. അതിന് പലപ്പോഴും പണം ആവശ്യമായിരിക്കും, അതിനുള്ള ഹ്യൂമൻ എഫേർട്ട് ആവശ്യമായിരിക്കും. പുസ്തകങ്ങളായാലും ഇപ്പൊ പുസ്തകം ഇല്ലെങ്കിൽ പോലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥ, ഇതിനെക്കുറിച്ചൊരു പുസ്തകമാണെന്നില്ലായിരിക്കും, പക്ഷെ കുറച്ച് ആർട്ടിക്കിൾസിന്റെ കളക്ഷനായി മതിയായിരിക്കും. ഇപ്പൊ കുറച്ച് ആൾക്കാരോട് കളക്ട് ചെയ്ത് മെറ്റീരിയൽസ് ആയാലും മതിയായിരിക്കും. പലയിടത്തും അങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. ഒരു സ്പെസിഫിക് ആയിട്ട് പുസ്തകം ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് ആ തരത്തിൽ നമുക്ക് കുറച്ച് സാധനം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. +2 ഞാൻ മനസ്സിലാക്കിയ കേരളത്തിലൊക്കെ SCERTയുടെ ഗൈഡൻസിൽ +2 പുസ്തകം സോഷ്യൽ വർക്കേഴ്സിന് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നല്ലൊരു എഫേർട്ട് ആണെന്നുള്ളതാണ്. അപ്പൊ അതിന് പക്ഷെ നമുക്ക് എത്രമാത്രം ഈ നമ്മുടെ ഒരു കൊളോണിയൽ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രാദേശികമായ സാധനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നിർണായകമാണ്. ഞാനിപ്പോ 2010 ഭാഗങ്ങളിൽ ഞാൻ ഓർക്കുന്നില്ല, കേരളത്തിലെ വിജ്ഞാന കൈരളി എന്ന് പറയുന്ന മാസിക ഉണ്ടല്ലോ, അതായത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിസർച്ച് ജേണലാണ്. അപ്പൊ അതിൽ ഞാനൊരു മലയാളത്തിൽ സോഷ്യൽ വർക്കിനെ കുറിച്ച് ലേഖനം എഴുതിയിരുന്നു. ഈ സങ്കേതങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന് ഇത് ഈ പറഞ്ഞ ആശയങ്ങൾ ഞാനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ കാനഡയിൽ വന്നുകൊണ്ട് പറയുന്ന കാര്യമല്ല. ഇത് എന്റെ കുറച്ച് മുമ്പേ ഉള്ള ഗൂഢമൂലമായ ചിന്തകൾ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി അത് ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നതാണ് കണ്ടെത്തി കഴിഞ്ഞപ്പോഴും. അപ്പൊ അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ വർക്ക് മെത്തേഡ്സിന്റെ ഈ സങ്കേതങ്ങളെ മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സാധനം, അത് ചെറിയൊരു മാസിക ആയതുകൊണ്ടും റിസർച്ച് ചെയ്യാനുള്ള കാര്യമൊന്നും ചർച്ച ചെയ്യപ്പെട്ടു പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കോമ്പറ്റൻസിയും കോഡ് ഓഫ് എത്തിക്സും പ്രാക്ടീസും സാധനങ്ങളും ഓരോ പ്രാദേശിക സമൂഹത്തിന് എങ്ങനെ വേണമെന്നതിനെ കുറിച്ചിട്ടും അവിടുത്തെ ബോഡീസ് ഉണ്ടാക്കുക. പക്ഷെ അതൊരു ലീഗൽ ഒതന്റിസിറ്റി വന്നു കഴിഞ്ഞാൽ അവര് ബൈ ലീഗലി ഒബ്ലൈഡ് ആവും ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കൊരു കൗൺസിൽ വന്നു കഴിഞ്ഞാൽ ആ കൗൺസിലിന്റെ ഉത്തരവാദിത്വമായിരിക്കും അത് ചെയ്യാനായിട്ട്. കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് അവിടെ കിട്ടുന്നില്ല. ആ തരത്തിലുള്ള സാധനം കൂടി അതിനകത്ത് വരാൻ പറ്റുമായിരിക്കും. അവസാനമായിട്ട് ചോദിച്ച ഒരു ചോദ്യം വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ പറഞ്ഞ ഈ കുറച്ച് പാക്കേജ് പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ സോഷ്യൽ വർക്കേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ അത് തന്നെയാണ് ഞാൻ നേരത്തെ റെഫർ ചെയ്തത്. നമ്മുടെ റോൾ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു സോഷ്യൽ വർക്കർ MSW കഴിഞ്ഞ ഒരാൾ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും, NGOയിലോ വർക്ക് ചെയ്യുമ്പോഴേക്കും ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പലപ്പോഴും ആവശ്യപ്പെടാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നിലനിൽപ്പിന് പ്രശ്നമുണ്ട്. അവിടെ ജോലി വേണം, അവിടെ നിന്ന് പോകണം എന്ന് പറയുന്നൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് കൊണ്ട് ഇതൊക്കെ കൂടി എനിക്ക് ചെയ്യാൻ പറ്റും, തെളിയിക്കാൻ പറ്റുമായിരിക്കും. അവിടെയാണ് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ കോമ്പറ്റൻസി, നമ്മുടെ ഒരു ഡിഫറൻസും കൊടുക്കാൻ പറ്റുന്നത്. വളരെ കൃത്യമാണെന്ന് പറഞ്ഞു. കേരളത്തിലെ PSUയിൽ പല പൊസിഷൻസിന്റെ ജോലികളുടെയും അവർ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ഈ സീക്വലിന്റെ സോഷ്യോളജിയോ മറ്റു ചെയ്ത ആൾക്കാർക്ക് ഈക്വൽ ആണെന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പൊ ഈ കൗൺസിൽ അതുപോലെയുള്ള പ്രൊഫഷണൽ കോമ്പറ്റൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ലയബിലിറ്റി എന്ന് പറയുന്ന ഘടകമുണ്ട്. ഇപ്പോൾ
വെസ്റ്റേൺ കൺട്രീസിൽ കാനഡ ഉൾപ്പെടെ സ്ഥലങ്ങളിലൊക്കെ സോഷ്യൽ വർക്കർക്ക് ഇൻഷുറൻസ് വേണം, ലയബിലിറ്റി പ്രൊഫഷണൽ ഇൻഷുറൻസ് വേണം. അപ്പൊ എനിക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അതായത് ഒരു സോഷ്യൽ വർക്കർ വർക്ക് ചെയ്തിട്ട് അത് എന്തെങ്കിലും കംപ്ലൈന്റ് ആ ക്ലയന്റിന് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് സോഷ്യൽ വർക്കേഴ്സിന്റെ റെഗുലേറ്ററി ബോഡിക്ക് കംപ്ലൈന്റ് ചെയ്യാം, അവർ അന്വേഷണം നടത്തും. ഞങ്ങളുടെ കൗൺസിലിൽ ഞാൻ കൗൺസിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം ഒരു 200ഓളം കേസസ് സോഷ്യൽ വർക്കേഴ്സിന് പരാതി വരുന്നുണ്ട്. അത് ചിലപ്പോൾ കോടതി പോകാം. കോടതി പോയി കഴിയുമ്പോഴേക്കും ആ സോഷ്യൽ വർക്കർ തന്നെ കോടതി പോയിട്ട് ഇത് ഫൈറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഇൻഷുറൻസ് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ ആ പരിഹാരം കൊടുക്കാനായിട്ട് ഇൻഷുറൻസ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ലയബിലിറ്റി പോലുള്ള കോൺടാക്റ്റിലൊക്കെ പലപ്പോഴും ഇൻഷുറൻസ് വരുമ്പോൾ നമുക്കൊരു ഒതന്റിസിറ്റി വരുമ്പോഴേക്കും കൊണ്ടുവരാൻ സാധിക്കും. അത് കുറച്ചും കൂടി ലൈറ്റ് ഉള്ള കാര്യങ്ങളാണ്, അതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതും ഈ ലയബിലിറ്റിയും ഈ ഒതന്റിസിറ്റി വരുമ്പോൾ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത 2-3 ചോദ്യങ്ങളിലേക്ക് കൂടി പോകാം. അടുത്തായിട്ട് എനിക്ക് വേണേ അനീഷ് TV. അനീഷ് കേൾക്കാമോ? ഡോക്ടർ അനീഷ്? ഹലോ. പറഞ്ഞോളൂ കേൾക്കാം. സാറേ, സാറിപ്പോ എനിക്ക് എപ്പോഴും ഉയർന്നു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ നമ്മളുടെ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡി വരുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ഏക സോഷ്യൽ വർക്കിലേക്ക് മാറിപ്പോകുക എന്നുള്ളത്. ഇപ്പോൾ ഒരു സെമിനാർ വന്നപ്പോൾ ടിസ്സിലെ ഫാക്കൽറ്റിയിലൊക്കെ ഉയർത്തിയ ഒരു ചോദ്യം ഒന്നായിരുന്നു, ഈ ഒരു ഡൽഹി ബേസ്ഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മുംബൈ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് കോളേജുകളൊക്കെ കൂടിക്കൊണ്ട് ഒരു സിലബസ് ഉണ്ടാക്കുകയും, കാരണം അത് പിന്നെ അങ്ങനെ ഒരു ബോഡി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിലബസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോ അത് ഈ പറയുന്ന ഒരു ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസും ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരേ സ്ഥലത്ത് തന്നെ പലതരത്തിലുള്ള സോഷ്യൽ വർക്കുകൾ കാണപ്പെടുന്ന ഒരു ഇന്ത്യയിൽ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഡീകോളനൈസേഷൻ ഇൻഡിജിനസ് പറയുമ്പോൾ തന്നെ വേറൊരു രീതിയിൽ ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു കോളനി വൽക്കരണം നടക്കുകയാണല്ലോ. കാരണം ഒരു എലൈറ്റ് സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഒക്കെ ഫ്രെയിം ചെയ്യപ്പെടുന്ന ഒരു പെഡഗോജിയിലേക്കോ സിലബസിലേക്കോ മാത്രമായിട്ട് ഇത്രയും വലിയൊരു രാജ്യത്തിലെ സോഷ്യൽ വർക്ക് മാറും എന്നുള്ളൊരു ആർഗ്യുമെന്റ് വന്നിരുന്നു. അപ്പൊ എനിക്ക് സാറിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. ഈ ഒരു പ്രൊഫഷണലൈസേഷൻ അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള ഒരേ ഒരു സോഷ്യൽ വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ, ആ ഒരു ഒരേ തരത്തിലുള്ള സോഷ്യൽ വർക്ക് തദ്ദേശീയമായിട്ടുള്ള പല സോഷ്യൽ വർക്കുകളുടെ വളർച്ചകളെ ബാധിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അതാണ് എൻ്റെ ഒരു ചോദ്യം സാറിനോടുള്ളത്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അനു ആൻഡ് പയസ്. ഹലോ സർ, നമസ്കാരം സർ. ആക്ച്വലി ഇത് സെയിം ഇപ്പൊ സർ അനീഷ് സർ പറഞ്ഞ അതേ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിന്റെ വേറൊരു വേർഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. സിലബസ് ഒരു യൂണിറ്റി ഇല്ലാത്തത് തന്നെയാണ് നമുക്കൊന്ന് സോഷ്യൽ വർക്ക് പ്രൊഫഷനെ ഒരു പ്രൊഫഷനായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു കാരണം. റെഗുലേറ്ററി ബോഡി വന്നെങ്കിൽ മാത്രമേ അത് ലോ ആക്ട് ബേസ്ഡോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് UGC അല്ലെ AICTE റെഗുലേറ്റ് ചെയ്യുന്ന ഒരു യൂണിഫോം എന്ന് വെച്ചാൽ 75% എങ്കിലും യൂണിഫോം ആയിട്ടുള്ള സിലബസ് വന്നെങ്കിൽ മാത്രമേ ഇൻഡിജിനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള സോഷ്യൽ പ്രാക്ടീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ BSW MSW പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന പലരുടെയും യോഗ്യത പല യൂണിവേഴ്സിറ്റികളിലും ഡിഫറെന്റ് ആണ്. അത് BA ചെയ്തവരാകാം, BSc ആകാം, BCom ആവാം. ഈവൻ ചില യൂണിവേഴ്സിറ്റികൾ അത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ പോലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് MSW കോഴ്സുകളിലേക്ക്. പകരം BSW പ്രോഗ്രാം ഓർ BA അറ്റ്ലീസ്റ്റ് സോഷ്യൽ സയൻസ് കോഴ്സുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആക്കുന്നതും കൂടെ ഉത്തമമായില്ല എന്നൊരു സംശയമുണ്ട്. ഈ 2 ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ഡോക്ടർ രേഷ്മ. ഹലോ ബൈജു, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ബൈജു ഇപ്പം പറഞ്ഞ പിന്നെ അക്രഡീഷന്റെയും റെഗുലേഷന്റെയും ഒക്കെ കാര്യങ്ങൾ, അപ്പം അതെന്ന് പറയുന്നത് വളരെ ഒരു ഡബിൾ എഡ്ജ് സ്വാർഡിൽ കൂടെ നടക്കുന്ന മാതിരിയുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല അത് കുറെയൊക്കെ ഒരു ഭൂതകാലത്തിന്റെ സാധ്യതകളാണ് പറയുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള മോഡൽസ് അതൊക്കെയാണ്. പിന്നെ അത് പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും
നമ്മുടെ നാട്ടിലെ തന്നെ മറ്റു പല പ്രൊഫഷൻസിന്റെ ഇടയിൽ ഇങ്ങനെയാണ് ഒരു പ്രൊഫഷൻ അത് വളർന്നു വന്നത്. അതാണ് പാസ്റ്റ് ആണ്. ഇനി നമ്മൾ ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതേ മോഡലുകൾ തന്നെ, ഇതേ രീതികൾ തന്നെ നമ്മൾ പിന്തുടരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ചൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റ്, അതായത് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമായിട്ട് ആണ് ഒരു പ്രൊഫഷൻ ആ ഒരു രാഷ്ട്രത്തിന്റെ പലതരം അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് പലതും പാശ്ചാത്യ രാജ്യങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റിനെ തുടക്കം മുതലേ തന്നെ നമ്മൾ അവിശ്വസിച്ച് പോകുന്നത്, അതൊരു കൊളോണിയൽ സ്റ്റേറ്റ് ആണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള വന്നിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് പൂർണ്ണ വിശ്വാസം ആ സ്റ്റേറ്റിനോട് ഇല്ല. മാത്രമല്ല പല പുതിയ തിയറികളും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള, വളരെ റൂൾ ബുക്ക് ആയിട്ടുള്ള ഒരു ഒരു ഗവർണൻസിന്റെ രീതിയല്ല ഇന്ത്യ അടക്കമുള്ള മറ്റു പല സമാനമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ഥലങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ കാണുന്നത്. അതിനകത്ത് ഇൻഫോർമാലിറ്റി എന്ന് പറയുന്നതൊക്കെ വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിനകത്ത് തന്നെ. നമ്മളൊരു റെഗുലേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ സ്റ്റേറ്റിന്റെ ലെജിറ്റിമസിയാണ്, സ്റ്റേറ്റിന്റെ ആ ഒരു സ്റ്റാമ്പ് കിട്ടണം നമുക്ക്. സ്റ്റേറ്റ് നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള മറ്റു പല അപകടങ്ങളിലേക്കും കിടക്കാം. അനീഷ് പറഞ്ഞ മാതിരിയുള്ള അപകടങ്ങളുണ്ട്, അല്ലാതെ തന്നെ. കാരണം നമുക്ക് ഈ നിയമങ്ങളുടെ കാര്യത്തിനകത്ത് ഒരു ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു ആളും കൂടി ആയതുകൊണ്ട് പലപ്പോഴും നിയമങ്ങളുടെ ഒരു അപകടം എന്താണ് എന്നുള്ളത് കുറെ കാലമായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയത് കൊണ്ടും കൂടി. അപ്പൊ എന്തിനാണ് വീണ്ടും നമ്മൾ എന്തിനാണ് ആ ഒരു ഇതിനകത്തേക്ക് പോകുന്നത്? അതല്ലാതെ മറ്റ് സാധ്യതകൾ ഉണ്ടോ എന്ന്. ഇപ്പം ബൈറ്റ് ഇൻഡിജനൈസേഷനെ കുറിച്ച് പറയുമ്പം നമുക്ക് ഇവിടെ ഇന്ന് നമ്മുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റെന്ത് സാധ്യതകളാണുള്ളത് എന്ന് ആലോചിക്കാനുള്ള ഒരു വഴി എന്തിനാണ് അടയ്ക്കുന്നത്? ഇത് പ്രൊഫഷണൽ ബോഡി ആയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് അത് അങ്ങനെ തന്നെ റെഗുലേറ്റ് ചെയ്യണം. പക്ഷെ ഇതൊരു ഡബിൾ എഡ്ജ് സോഡാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ സാധ്യത ഞാൻ കാണുന്നത് അത് പ്രൊഫഷന് വളരെ എന്താണ് അതിന്റെ സിലബസ് ഏകീകരിക്കും എന്നുള്ളതോ അല്ല, അതിനകത്ത് ക്വാളിറ്റി കൊണ്ടുവരും എന്നുള്ളതോ ഒന്നുമല്ല. സോഷ്യൽ വർക്കേഴ്സിനെതിരെ മനുഷ്യന്മാർക്ക് കേസ് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. ഇയാൾ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ട് എന്റെ ജീവിതം കൊളമാക്കി എന്നൊരു ക്ലയന്റിന് വേണമെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ അതിനകത്തൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ബാക്കി മറ്റെന്ത് തരത്തിലുള്ള ഒരു പ്രോഗ്രസീവ്നെസ് ആണ് അതിനകത്തുള്ളത് എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പറയുന്ന ഈ സ്റ്റേറ്റിന്റെ ലെജിറ്റിമസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ നോക്കുന്നത്? ഈ പറഞ്ഞ മാതിരി മറ്റു പല തരത്തിൽ മനുഷ്യന്മാർ ജീവിക്കുകയും പല പരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഹലോ, വേറെ ആരും കൈ ഉയർത്തിയായിട്ട് കാണുന്നില്ല. അപ്പൊ നമുക്ക് തൽക്കാലം വൈസ് സാറിലേക്ക് തിരിച്ചു പോവാം. സാർ പറയൂ, യു ക്യാൻ റെസ്പോണ്ട് നൗ. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻസ്. ഒന്ന് അനീഷ് പറഞ്ഞ ഒരു സാധനമാണ്, നമ്മൾ ഈ ഒരു കൗൺസിൽ വന്നു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ വർക്കിന് ഒരു ഏകമായിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ട് എല്ലായിടത്തും ഒരു സിലബസ് വരും എന്നുള്ള സാധനം എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശീയ കോളനീകരണത്തിലുള്ള സാധ്യത ഇല്ലെന്നുള്ളതാണ്. അതായത് ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു വ്യത്യസ്തതയ്ക്കുള്ള സാധ്യത തുറന്നിട്ടുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബോഡി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറച്ചും കൂടി പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടുത്തെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാമായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ സോഷ്യൽ വർക്ക് ഡിഗ്രി കോഴ്സും ഡിപ്ലോമ കോഴ്സും എനിക്ക് തോന്നുന്നു എല്ലാ 7 വർഷം കൂടുമ്പോഴും ഒരു റീ അക്രഡിറ്റേഷൻ പ്രോസസ് ഉണ്ട്. അതിന്റെ ബന്ധപ്പെട്ട ഇവിടുത്തെ ഡിപ്ലോമ പ്രോഗ്രാമിന് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ബോഡിയാണ് അതിനെ അക്രഡിറ്റ് ചെയ്യുക. ഡിഗ്രി പ്രോഗ്രാമിന് നാഷണൽ ബോഡിയാണ് അക്രഡിറ്റ് ചെയ്യുക. അപ്പോൾ അക്രഡിറ്റേഷൻ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഇന്ന കോഴ്സസ് വേണം. അതായത് നിങ്ങൾക്ക് ഇത്ര ക്രെഡിറ്റ് ഉള്ള കോഴ്സസ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വേണം, ഇത്ര ക്രെഡിറ്റ് ഉള്ള ഇത്ര അവേഴ്സ് ഓഫ് ഫീൽഡ് വർക്ക് വേണം, ഇത്ര ഇന്ന കോഴ്സ് സോഷ്യൽ വർക്ക് മെത്തേഡ്സിൽ വേണം, ഇത്ര ക്രെഡിറ്റ് കോഴ്സ് റിസർച്ചിൽ വേണം എന്നുള്ള കാര്യം പറയത്തുള്ളൂ. അതല്ലാതെ ഈ ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ട ഓരോ വിഷയത്തെയും ഈ കൗൺസിൽ സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത്. മാത്രമല്ല
ആ കൗൺസിൽ തന്നെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുക. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ കൗൺസിൽ വരികയാണെങ്കിൽ ആ കൗൺസിലിന് വേണ്ടി പറയാം, കേരളത്തിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിൽ കേരളത്തിന്റെ സോഷ്യൽ വർക്ക് ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്ന കോഴ്സ്, അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റും അതിന്റെ പ്രാദേശിക ചരിത്രത്തിന്റെ സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് വേണമെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാന്നല്ലാതെ ഓരോ വിഷയത്തെയും മൈക്രോ ആയിട്ട് മാനേജ് ചെയ്യേണ്ട കോൺടാക്ഷൻ തോന്നുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് MBA എടുക്കാം. MBAക്ക് ഇന്ത്യയിൽ IIM തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ചെറിയ കോളേജ് വരെ MBA കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. അതിൻ്റെ ഒരു കൊടുക്കലിൽ, അതിന്റെ കണ്ടന്റിലും സിലബസിലും എഡ്യൂക്കേഷനിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അവര് അതിന്റെ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് ഒരു സമാനത ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ യൂണിഫോമിറ്റി നിർദ്ദേശിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനൊരു റെഗുലേറ്റ് ചെയ്യാനുണ്ട്. ആ റെഗുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഉറപ്പ് പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം പറയുമ്പോൾ ആരും ഒഫൻഡ് ആവരുത്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ട് പെട്ടെന്ന് കുറെ സോഷ്യൽ വർക്ക് സ്കൂൾസ് ഡിപ്പാർട്ട്മെന്റ്സ് വന്നെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നോട് പണ്ടൊരാൾ പറഞ്ഞത്, കേരളത്തിലെ ഡിഗ്രി പോയി കഴിഞ്ഞപ്പോഴേക്കും കോളേജിലൊക്കെ ക്ലാസ് റൂംസ് കുറെ ഫ്രീ വന്നു, അപ്പോൾ തുടങ്ങാൻ പറ്റിയ ഒരു ചെലവിലാണ് തുടങ്ങാൻ പറ്റിയ കോഴ്സ് MSc തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് ആരും മോശം കണ്ടി പറഞ്ഞതല്ല. അങ്ങനെ തുടങ്ങാൻ പറ്റുന്ന കോഴ്സ് അല്ല MSc എന്നുള്ളത് വരുത്തണമെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരു അക്രഡിറ്റേഷൻ ഉണ്ടാവുക എന്നുള്ള ആവശ്യം, അതൊരു തദ്ദേശീയമായിട്ട് കൊളനീകരണത്തിലേക്ക് പോവാതിരിക്കാനായിട്ടുള്ള മെക്കാനിസം നമുക്കുണ്ട്. ആ തരത്തിൽ വേണം അതിനെ ഫോം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻമേരിയ പറഞ്ഞതും അതുപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ യൂണിഫോമിറ്റി വേഴ്സസ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ, എല്ലാ തരത്തിലും നമുക്ക് ഉപയോഗിക്കും. ആ ഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രാദേശിക ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് കൊണ്ടുവരാന്നുള്ളത് നിർണായകമാണ്. രേഷ്മ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ സ്റ്റേറ്റിന്റെ ലെജിറ്റിമസിക്ക് പോകേണ്ട ആവശ്യം ഇല്ലാതെ നമുക്ക് ബദലായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൂടെ എന്നുള്ളതാണ്. ഞാൻ ആ അഭിപ്രായത്തോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാനതിന് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഞാൻ സ്റ്റേറ്റിന്റെ ലെജിറ്റിമസി വരുമ്പോൾ റിസ്ക് ഉണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ എന്റെ സ്ലൈഡ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് ഒരു ചലഞ്ച് എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു. അതായത് സ്റ്റേറ്റ് വിൽ ബി കൺട്രോളിങ് ആസ്, അത് ഒരു ചലഞ്ച് തന്നെയാണെന്നുള്ളതാണ്. പക്ഷെ സ്റ്റേറ്റ് എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴേക്കും അതിനകത്തൊരു അനാർക്കി സാധനം കാണുന്നത് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് രേഷ്മ പറഞ്ഞപ്പോൾ ഞാൻ അനാർക്കി ഉദ്ദേശിച്ചത്, ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റേറ്റിന്റെ ലെജിറ്റിമസിയെ, അതും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യ പോലത്തെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റിന്റെ ലെജിറ്റിമസിയെ അംഗീകരിക്കുന്ന ആളാണ്. അംഗീകരിക്കുന്ന ആളെന്ന് ഞാൻ പറയുമ്പോൾ ഇത് ഈ സ്റ്റേറ്റിനെ മുഴുവൻ അംഗീകരിക്കുന്ന അർത്ഥത്തിനകത്തില്ല. പക്ഷേ സ്റ്റേറ്റിന്റെ ലെജിറ്റിമസി ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബദൽ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. പക്ഷെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ലെജിറ്റിമസിക്ക് കാര്യമായിട്ട് ശ്രമിച്ചില്ല, ബദലായിട്ട് നേടാനും സാധിച്ചില്ല എന്നുള്ളതും ശരിയാണ്. ഇപ്പോൾ രേഷ്മ പറഞ്ഞ പോലെ ഞാൻ പ്രപ്പോസ് ചെയ്ത പല കാര്യങ്ങളും ഭൂതകാലത്തിൽ സംഭവിക്കേണ്ടിരുന്നതാണ്. ശരിയാണ്, അത് ഭൂതകാലം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിന് എത്രമാത്രം മോഡൽസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. എന്തൊക്കെയാണ് എങ്ങനെ ബദൽ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് റെഗുലേഷൻ ആണ്. അതായത് ഗവൺമെന്റിന്റെ ലെജിറ്റിമസി ഇല്ലാണ്ട് തന്നെ കേരളത്തിലോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോ ഒക്കെ ഓർഗനൈസേഷൻസ് മാത്രമായിട്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് മാത്രം, അല്ലെങ്കിൽ ആ പഠിച്ച ആൾക്ക് മാത്രമായിട്ട് ബോഡി കൊണ്ടുവരാവുന്നതും അവരുടെ ഒരു സെൽഫ് ആയിട്ടുള്ള റെഗുലേഷൻ ആണ് സാധ്യത. വേറൊരു ബദൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്രമാത്രം സാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള എൻ്റെ അഭിപ്രായം. അപ്പോ സ്റ്റേറ്റിന്റെ ലെജിറ്റിമസി കൊണ്ടുവന്നത് തന്നെ അതിനകത്തുള്ള ഒരു ഫ്രീഡം, അതിനകത്തുള്ള ഒരു ചോയ്സസും, അതിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും ഉപയോഗിക്കാൻ സാധിക്കാന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത്രയാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ വേറെ ക്വസ്റ്റ്യൻസും ഇല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും നമ്മുടെ ഈ ഡിസ്കഷൻസ് വരുമ്പോൾ, സോഷ്യൽ വർക്കിന്റെ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കഷൻസ് വരുമ്പോൾ ഞാൻ രണ്ട് സ്ട്രീംസ് ഓഫ് തോട്ട്സ് കാണാറുള്ളതാണ്. ഒന്ന്, വളരെ കൃത്യമായിട്ട് ഈ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരു ജോലി ചെയ്ത് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബഹുഭൂരിഭാഗം കുറെ അധികം ആൾക്കാരുണ്ട്. വേറൊരു വിഭാഗം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി അക്കാഡമിക് ആയിട്ടുള്ള ചിന്തകൾ പങ്കുവെക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു ക്ലാഷ് എന്നല്ല, അതിൻ്റെ പലപ്പോഴും ഒരു കൂട്ടിമുട്ടാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും എന്നുള്ളതാണ്.
ഈ എങ്ങനെയാണ് പ്രാഗ്മാറ്റിക് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും ഉണ്ട്. അപ്പൊ ഈ പ്രാഗ്മാറ്റിക് ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് പ്രൊഫഷൻ ആയതുകൊണ്ട് ഈ പ്രാഗ്മാറ്റിക് ആയിട്ട് ഇത് എങ്ങനെ കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു സാധനം വളരെ സിഗ്നിഫിക്കന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ഈ സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആൾക്കാർ മുഴുവൻ സോഷ്യൽ വർക്കേഴ്സ് ആവണമെന്നൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ സോഷ്യൽ വർക്ക് കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ, ഒത്തിരി ആൾക്കാർ PSCയിൽ വേറെ ജോലിയിൽ പോയിട്ടുണ്ടാകാം, സോഷ്യൽ വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം, വേറെ ഡിസിപ്ലിനിലേക്ക് മാറിപ്പോയി അല്ലെങ്കിൽ അതിന്റെ ഹയർ ലെവൽസിലേക്ക് പോയിട്ടുണ്ടാവാം. പിന്നെ വളരെ സോഷ്യൽ വർക്കിന്റെ പഠിച്ച കാലം മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ആക്ടിവിസ്റ്റ് ലൈനിലേക്ക് പോയിട്ടുണ്ടാകും. ഇതെല്ലാം തന്നെ സാധ്യതയാണെന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ സാധ്യതയാണ്. ആ തരത്തിലുള്ള മുഴുവൻ സാധ്യതയും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനായിട്ട് വേണം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഡോക്ടർ അനിത റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ ഹലോ ടീച്ചർ, കേൾക്കാമോ? കേൾക്കാം. ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒന്ന് ഇതിലോട്ട് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഭയങ്കര എന്താണ് നല്ല ബൈജു സാർ സൂചിപ്പിച്ച പോലെ തന്നെ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്താണ് രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് വന്നത്. നമുക്കൊരു റെഗുലേറ്ററി ബോഡി കുറെ വർഷം നമ്മുടെ ഇപ്പം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇന്ത്യയിൽ വന്നിട്ട് ഇനി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ 100 years ആവാൻ പോവാണ്. അപ്പം ഇപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കുറെ നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണവും സോഷ്യൽ വർക്ക് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കും ഒക്കെ നമ്മൾക്ക് ഇപ്പം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കൂടുതൽ അംഗങ്ങൾ പ്രൊഫഷണൽ ബോഡിയിലേക്കൊക്കെ ചേരുകയും പ്രൊഫഷണൽ ബോഡി എന്നുള്ളൊരു സാധനം ഒക്കെ കുറെ കൂടിയിട്ട് സ്ട്രെങ്തൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ മേ ബി നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു പഠിച്ച് എല്ലാവരും തന്നെ ഇതിൽ നിൽക്കുകയും ഒന്നുമില്ലെങ്കിൽ പോലും ഒരു ഭൂരിഭാഗം ഈ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് കൂടുന്നത് കൊണ്ടും അങ്ങനത്തെ എഡ്യൂക്കേറ്റേഴ്സും അക്കാഡമിഷ്യൻസ് ഒക്കെ കൂടുതൽ വരുന്നത് കൊണ്ടും എന്താണ് പിന്നെ അത്തരത്തില് എന്താണ് ചിന്തിക്കുന്ന ഒരു വിഭാഗം വരുന്നത് കൊണ്ടും ആവാം നമ്മൾ കുറെ കൂടിയിട്ട് ഇതൊരു പ്രൊഫഷണൽ ബോഡി തന്നെ ആവണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പം റീസെന്റ് നമുക്കറിയാം എന്താണ് അങ്ങനത്തെ കുറെ തോട്ട്സ് എല്ലാ ഭാഗത്തു നിന്നുള്ള എന്താണ് വീണ്ടും എന്നുവെച്ചാൽ പണ്ട് തൊട്ടേ ഒരു മൂവ് തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പൊ വീണ്ടും അങ്ങനത്തെ ഒരു സ്ട്രോങ് മൂവ്മെന്റ്സ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. സോ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം, വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഈ പ്രൊഫഷണൽ ബോഡി ഉണ്ടായാലുള്ള അഡ്വാൻറ്റേജസും സാറ് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ രേഷ്മ ടീച്ചർ സൂചിപ്പിച്ചതുപോലെയുള്ളൊരു അങ്ങനത്തെ കുറെ ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്, നമ്മൾ കാണുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് ഐ തിങ്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഈ റാസി പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മള് കുറെ കൂടിയിട്ട് എന്താണ് നമ്മുടെ ഒരു റൈറ്റിംഗ് നമ്മൾ പറഞ്ഞ ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാൻ എന്താണ് ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ കുറെ കൂടിയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ കുറെ കൂടിയിട്ട് എന്താണ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഫീൽഡിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറെ കൂടിയിട്ട് ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ് ആയിട്ട് കുറെ കൂടെ റൈറ്റിംഗ്സിലേക്കൊക്കെ കുറെ കൂടിയിട്ട് എന്താണ് നമ്മുടെ ബുക്സ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒക്കെ വരേണ്ടിയിരിക്കുന്നു. അപ്പൊ കുറെ കൂടെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ഇങ്ങനത്തെ ഡിസ്കഷൻസ് നടക്കുമെന്ന് പ്രതീക്ഷയില്. താങ്ക് യു സോ മച്ച്. ഓക്കെ, രണ്ടുപേർക്കും നന്ദി. എനിക്ക് തോന്നുന്നു ഇത് ഒരു കൺക്ലൂഡിങ് വേർഡ്സ് ആയിട്ട് ഞാൻ പറയുന്നതിൽ യുക്തിക്കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഡിബേറ്റ് ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ ഇതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ ഇപ്പോൾ കഴിയുന്നത്. കാരണം രണ്ട് തരത്തിലുള്ള ആശയങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചയിൽ. ഒന്ന്, നമ്മൾ ഒരു പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട് ആ പഴയ മോഡലിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, അതുപോലെ നമുക്ക് നമ്മുടെ രാജ്യത്തെ സോഷ്യൽ വർക്കിനെ എങ്ങനെ ആ പഴയ പിന്നോട്ട് നോക്കി നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടാമത്തെ, നമ്മൾ മുന്നോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നോളജ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൊഫഷണൽ ലേമേനും തമ്മിലുള്ള നോളജ് ഗ്യാപ്പ് കുറഞ്ഞു വരുന്നൊരു സമൂഹം, ഡിസിപ്ലിനുകളുടെ ബൗണ്ടറികൾ ഇല്ലാതാവുന്ന ഒരു കാലം, അതുപോലെ തന്നെ ക്ലയന്റിൽ നിന്ന് കൺസ്യൂമറിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, ന്യൂ മാനേജേഴ്സ് തുടങ്ങിയവയൊക്കെ ഈവൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷന്റെ പോലും അവരുടെ തന്നെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് പോകുന്ന ഒരു കാലത്ത് ഇതിലേത് വഴിയാണ് സ്വീകാര്യമായത്? അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടി ആഴത്തിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ചും ഒരു കൗൺസിൽ എന്ന് പറയുമ്പോൾ
നമ്മൾ അത് എങ്ങനെയായിരിക്കണം, അത് എങ്ങനെയാണ് ഒരു ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ഒരു റെഗുലേറ്റർ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി സിസ്റ്റം എന്താണ്, അതിൻ്റെ അകത്ത് എവിടെയാണ് നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഒരു കൗൺസിലിനെ നമ്മൾ പ്ലേസ് ചെയ്തത്, അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ, അതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ചർച്ചകൾക്ക് ശേഷമല്ലേ നമ്മൾ പാർലമെന്റിലേക്ക് പുസ്തകക്കെട്ടുകളും ഫയൽ അല്ലെങ്കിൽ പുതിയ ബില്ലിനുള്ള കരട് കോപ്പിയുമായി പോകേണ്ടത് എന്ന ഒരു ചോദ്യം ഞാൻ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ പങ്കെടുത്ത വിഷയം അവതരിപ്പിച്ച ഡോക്ടർ പി വി ബൈജുവിനും ഇതിനോട് റെസ്പോണ്ട് ചെയ്ത ഡോക്ടർ എ അനിതയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം പങ്കുവയ്ക്കുന്നു. നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ആഴത്തിൽ നമുക്ക് എന്താണ് ഈ ഒരു പുതിയ എങ്ങനെയാണ് നമുക്കത് ഉപകാരപ്രദമാവുന്നത്, അല്ലെങ്കിൽ അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, അത് കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പരിശോധിക്കാൻ നമുക്ക് അടുത്ത ഘട്ടത്തിൽ ശ്രമിക്കാം. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അലുമിനി കളക്റ്റീവിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.